സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം അദ്ദേഹം പറയണത്, ഞങ്ങൾ 23 പേരുണ്ട് ഷിപ്പിലെ. ഞങ്ങൾ തെക്ക് പടിഞ്ഞോട്ട് സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് കടലിങ്ങനെ മല പോലെ ഇങ്ങനെ കപ്പലിന് മുകളിൽ ഉയർന്നു വരികയാണ്. നിങ്ങൾക്കറിയാമല്ലേ, കപ്പലിന് മേലെ മല ഉയർന്നു വന്ന് നമ്മളതിൻ്റെ യൂട്യൂബിൽ അത്തരം വീഡിയോസ് കിടപ്പുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മല പോലെ ഇങ്ങനെ ഉരുണ്ട് വരും. അപ്പം നമ്മൾ ഈ കപ്പലും അതുപോലെ തന്നെ മലയുടെ മുകളിലേക്ക് ഇങ്ങനെ ജലത്തിൻ്റെ മലയുടെ മുകളിലേക്ക് പോയിട്ട് ആ മല പെട്ടെന്ന് പുറകിലേക്ക് പതിഞ്ഞു പോകുമ്പോൾ പെട്ടോ എന്ന് പറഞ്ഞ് കപ്പൽ താഴേക്ക് വീഴും, ചിലപ്പോൾ കണ്ടിച്ചും പോകും. അപ്പോൾ ഒത്തിരി കടൽ പരിചയമുള്ള ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള ഒത്തിരി ആൾക്കാർ ഞങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവരുടെയും മനസ്സ് കിടുകിടുത്തു പോയി, ഇതിൽ നിന്ന് രക്ഷപ്പെടുകയില്ലെന്ന് തോന്നി. കാര്യം പിന്നീട് അവിചാരിതമായിട്ട് വലിയൊരു കടൽത്താരിലേക്കാണ് ഞങ്ങൾ പോണത്. അത് ഇൻസ്റ്റൻ്റായിട്ട് അവിടെ ഉണ്ടായതാണ്, പണ്ടുണ്ടായിരുന്നതല്ല. ജിയോഗ്രഫിക്കൽ മാപ്പ് നോക്കുമ്പോൾ, ഓഷ്യൻ മാപ്പ് നോക്കുമ്പോൾ അവർക്ക് ചുഴികൾ എവിടെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് നേരത്തെ അറിയാൻ പറ്റും. നമ്മുടെ ഗൂഗിൾ ചെയ്ത പോലെ, ഗൂഗിൾ നമുക്ക് ഗൈഡ് ചെയ്ത് വരത്തില്ല. അതുപോലെ കടലിലും ചുഴികൾ സ്ഥിരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇത് പുതുതായിട്ട് കാറ്റ് വന്നപ്പോൾ പുതുതായിട്ട് രൂപപ്പെട്ട ചുഴിയുടെ, പാതാള ചുഴിയുടെ വക്കിൽ പോയി കപ്പലെത്തും. കപ്പലെത്തിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് കപ്പലിൻ്റെ യന്ത്രം നിന്ന് പോകും. അപ്പം മനസ്സിലായി, യന്ത്രം നിന്ന് പോയാൽ പിന്നെ ചുക്കാനൊന്നും പ്രവർത്തിക്കത്തില്ല, തിര തട്ടി നശിപ്പിച്ച് എല്ലാം മുക്കിക്കളയും. അതുപോലെ തന്നെ പെട്ടെന്ന് അപ്പം ഈ മനുഷ്യൻ മാത്രം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഇതിൻ്റെ അകത്ത്, അങ്ങനെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാദ്യമായിട്ട് ചങ്ക കൊണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഇരുട്ട് കയറി ചുറ്റിനും. അപ്പം മനസ്സിലായി മുങ്ങിപ്പോയി കപ്പലെന്ന്, ഈ വെള്ളത്തിൻ്റെ അടിയിലാണ് തങ്ങളെന്ന് മനസ്സിലായി. അപ്പം ഞാൻ പോവുകയാണ്, അദ്ദേഹം കരയുന്നുണ്ട്, ഞാൻ പോവുകയാണ് മാതാവേ എന്ന് പറഞ്ഞ്. അപ്പം മാതാവിനെ വിളിച്ചത്, ഞാൻ പോവുകയാണ് മാതാവേ എന്ന് പറഞ്ഞ് ഒറ്റ കരച്ചിൽ. പെട്ടെന്ന് നോക്കിയപ്പോൾ എല്ലാം വെളുത്ത് നല്ല പ്രകാശത്തിൽ ഇങ്ങനെ ആകാശം കാണാൻ പറ്റി. അപ്പോൾ മനസ്സിലായി ഞങ്ങളെ മാതാവ് ചുഴിയെന്ന് കരകയറ്റിയെന്ന്. കൈയിടിച്ച് കർത്താവിലും നിനക്കൊരു സ്നേഹമുണ്ടെങ്കിൽ നീ ദൈവമായിട്ട് ഉടമ്പടിയിലാണ്. ഈ മനുഷ്യൻ അതാണല്ലോ പറയണത്, ഞാൻ ക്രിസ്തുവുമായി ആരും എന്നെ പഠിപ്പിക്കാതെ എന്നോട് പറഞ്ഞു തരാതെയും ഞാൻ സ്നേഹത്തിലായിരുന്നെന്നാണ്. അപ്പം ഞാനത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന വചനം ഏതാണെന്നറിയാവോ? ഇത് ഉടമ്പടി കാര്യം എങ്ങനെയാണ് നമ്മൾ ദൈവമായിട്ട് സ്നേഹത്തിലാകുമ്പോൾ. നിങ്ങൾക്കറിയാവില്ല, ഉടമ്പടി എന്ന് പറഞ്ഞൊരു സാങ്കേതിക വിഷയമല്ല, ഒരു വൈകാരികമായിട്ടുള്ള ഒരു വ്യക്തിപരമായ വിഷയമാണ്. ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു സാങ്കേതിക വിഷയമല്ല. നിങ്ങളിങ്ങനെ കുറേ നിബന്ധനകൾ പറഞ്ഞ് കുറേ നിയോഗങ്ങൾ എഴുതിയിട്ടിട്ട് അപ്പോൾ ദൈവം അതനുസരിച്ച് അതിന് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സാങ്കേതിക വിഷയമല്ല, മറിച്ച് ഒരു വൈകാരികവും വ്യക്തിപരമായ വിഷയമാണ്. അതിനകത്ത് വൈകാരികം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീയും നിൻ്റെ ദൈവവും തമ്മിലുള്ള സ്നേഹമാണ്. ഈശോ എന്നാ പറഞ്ഞത്? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന വചനം പാലിക്കും. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ് 14:23 യോഹന്നാന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ സ്തുതി. യോഹന്നാൻ 14:23. മറ്റെല്ലാ പ്രാർത്ഥനാ രൂപങ്ങളിൽ നിന്ന് ഉടമ്പടിയെ വ്യത്യസ്തമാക്കുന്ന ഉടമ്പടിയുടെ തനത് പ്രാമിസ്, തനത് വാഗ്ദാനം. വേറെ ഒന്നിൻ്റെ അകത്ത് ഈ വാഗ്ദാനമില്ല. എന്താ പറയണത്? യോഹന്നാൻ 14:23 എന്താ പറയണത്? ഏറ്റു പറഞ്ഞ് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം എൻ്റെ കൽപ്പന പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. പ്രസൻസാണ് അവിടെ പറയണത്. അതാണ് സാന്നിധ്യം എന്ന് പറയണത്. നിങ്ങൾക്ക് ദൈവസ്നേഹം കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉടനെ പെട്ടെന്ന് കൺവേർട്ട് ചെയ്ത് അത് സാന്നിധ്യമായി മാറും. ഇതിനാണ് ഈ വാഗ്ദാന പേടകം എന്ന് പറയണത്. ഉടമ്പടിയിലൂടെയാണ് വാഗ്ദാന പേടകം നിലവിൽ വരണത്. അല്ല പെട്ടിടകത്ത് അപ്പവും കുറേ വചനവും ചുവന്നുകൊണ്ട് പോയ വാഗ്ദാന പേടകമാകത്തില്ല. വാഗ്ദാന പേടകം ഒരു മാനസികവും ആത്മീയവും വ്യക്തിപരവും സ്വകാര്യവും വൈകാരികവുമായ ഒരു ബന്ധമാണ്. കൈയിടിച്ച് കർത്താൻ. നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുന്നവർ ഈ ഒരു ബന്ധം ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം. ദൈവമായിട്ട് ഒരു സ്വകാര്യ ബന്ധം,
വ്യക്തിപരമായ വൈകാരികമായ ഒരു സ്നേഹോഷ്മളമായ ഒരു ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ നോക്കണം. അത് ഈ വചനം പാലിക്കുന്നതിലൂടെയാണ് സംഭവിക്കുന്നത്. വെറുതെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഡസൻ വർക്ക്. മറിച്ച് വചനം പാലിക്കണമെങ്കിൽ എന്താ സംഭവിക്കണം? ഈശോ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ പറഞ്ഞേ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ വചനം പാലിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു മോള് അവൾ എൻ്റെ അടുത്ത് ഒരു ചീട്ട് തന്നത്. ഞാൻ എവിടെ നിൽക്കുമ്പോൾ എല്ലാവരും അച്ഛനെ കാണാൻ വരുമല്ലോ, എമർജൻസി ഉള്ള ആൾക്കാരെ കാണാൻ വരുമ്പോൾ അവിടെ സ്ലിപ്പ് എഴുതിയിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് ആ ഓഫീസിൽ നിന്ന് നിങ്ങളുടെ വിഷയം സീരിയസ് ആണെന്ന് കാണിക്കുന്ന അതിൻ്റെ രേഖകളും എഴുതി കൊടുക്കുമ്പോൾ ഓഫീസിൽ നിന്ന് എഴുതി വിടും. എന്താണ്? അപ്പോൾ ഞാൻ വെള്ളച്ചീട്ടിൽ എഴുതിയിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടണം, ഞാൻ അപ്പീലിന് പോവുകയാണ്, കീഴ്ക്കോടതിയിൽ നിന്ന് ഞാൻ തോറ്റു, അത് മേൽക്കോടതിയിലേക്ക് ഞാൻ അപ്പീലിന് പോവുകയാണ്, എൻ്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടണം. അപ്പം ഞാനിത് വായിച്ചപ്പോൾ അപ്പോൾ ഈശോ പറയുന്നുണ്ട്, എന്തോ പന്തികേടിൻ്റെ ഉണ്ടെന്ന് എന്നോട് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഉടനെ ചോദിച്ചില്ല. അവളുടെ ഊഴമായപ്പോൾ അവളുടെ തലയിൽ കൈവച്ചപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം ചോദിച്ചത്? നിനക്ക് വേറെ ഒരു മകനുണ്ടല്ലോ എന്നാണ് ചോദിച്ചത്. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അവൾ പറഞ്ഞു, ഈ മകൻ്റെ ഇളയ മകനുണ്ട്, ഒരു അനിയനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിനക്ക് 2 മകനുണ്ടല്ലേ? ശരി, ആ 2 മകനുണ്ട്. ശരി, അപ്പോൾ നീ പിരിഞ്ഞു എന്ന് പറയുന്ന ഭർത്താവിൻ്റെ കയ്യിൽ എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അയാൾക്ക് മക്കളൊന്നുമില്ല, മക്കളൊക്കെ എൻ്റെ കൂടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ആ മനുഷ്യൻ വീണ്ടും കല്യാണം കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല, കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞു. നീ കല്യാണം കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അമ്പടി കള്ളി എന്താ? അപ്പോൾ ഞാൻ പറഞ്ഞു, നിന്നെ കെട്ടിയത് കൊണ്ട് ആ മനുഷ്യൻ്റെ ജീവിതം വഴിയാധാരമായി അല്ലേ? ഇവിടുത്തെ ഈ രാജ്യത്തിന് നിയമം പറഞ്ഞിരിക്കുന്നത് എന്താണ്? മൂത്ത മകൻ അവന് അപ്പൻ്റെ കൂടെ പോകാൻ ഇഷ്ടമുണ്ട്, കോടതി അവൻ ധരിപ്പിച്ചു, അപ്പം നിയമപരമായിട്ട് പോകാം. ഇവൾ വിടത്തില്ല, ഇവൾ ഹൈക്കോടതി പോവുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതം നശിപ്പിക്കുകയാണ്. ആ മനുഷ്യനെ വഴിയാതെ ഗതികിട്ട പ്രേതമാക്കി മാറ്റിയിട്ട് ഇവൾ വീണ്ടും കല്യാണം കഴിച്ച് അയാളുടെ 2 കുഞ്ഞുങ്ങളെ അടിച്ചെടുത്ത്. മനസ്സിലായില്ലേ? ഇപ്പം എന്താ ഞാൻ പറഞ്ഞത്? ഒരു കുഞ്ഞിനെയും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം നിന്നോട് ഞാൻ രഹസ്യം പറഞ്ഞാന്ന് പറഞ്ഞാൽ അവളുടെ ചെവിയിൽ രഹസ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിൻ്റെ അന്ത്യം നീ അടിച്ചു മാറ്റാൻ പോകുന്ന കുഞ്ഞിലൂടെ ആയിരിക്കുമെന്ന്. വേറെ എന്താ രഹസ്യം? വളരെ ആത്മാർത്ഥമായിട്ട് വളരെ മധുരമായ ഒരു രഹസ്യം. പോരെ? പണിയായില്ലേ? അത് സ്നേഹമില്ല. ഉടമ്പടിയെപ്പോലും ആൾക്കാർ അവരുടെ സ്വാർത്ഥമായ കാര്യങ്ങൾ നേടാൻ വേണ്ടി എടുക്കുമ്പോഴെന്താ പ്രശ്നം? എങ്ങനെയാണ് ദൈവം വസിക്കണത്? കർത്താവ് എന്ത്? ഇങ്ങനെ ഒന്നും രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തില്ല മക്കളെ. നിങ്ങൾ വിചാരിക്കണേ എന്തെങ്കിലും കൊണ്ടുവന്ന് എഴുതിയിടുമ്പോൾ എല്ലാം ഓക്കെ ആവുന്ന, എല്ലാം പോക്കാകേ ഉള്ളൂ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചിന്തിക്കണം, ഇത് സ്നേഹത്തിന് നിരക്കണതാണോ, ഇത് ദൈവത്തിന് നിരക്കണതാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ദൈവത്തിന് നിരക്കാത്തൊരു കാര്യം ദൈവത്തോട് ചോദിച്ചാൽ ഇവിടെ വെറുതെ ഉടമ്പടി എടുത്ത് പണി മേടിച്ച പോലെയാകും. കാര്യം നീ എന്തുമാത്രം ദുഷ്ടയാണ്, എന്തുമാത്രം ദുഷ്ടനാണെന്ന് ദൈവത്തിന് പ്രഖ്യാപിതമായി തെളിവ് കൊടുക്കുകയാണ്. മനസ്സിലായ? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്യണത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, നമ്മുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. അതാണ് ഈശോ പറയണത്. എന്താ ഈശോ പറഞ്ഞിരിക്കുന്നത്? എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ ഞങ്ങൾ വന്ന് അവനിൽ വസിക്കും. അപ്പോൾ ഈ നമ്മൾ ദൈവത്തിൻ്റെ വചനം പാലിച്ചു കഴിയുമ്പോൾ, നിങ്ങൾക്കറിയാമല്ലോ വചനത്തിൻ്റെ പ്രത്യേകത എന്താണ്? വചനത്തിൻ്റെ പ്രത്യേകത, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം, ആ വചനം നമ്മൾ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് ചെവി ഉണ്ടായിട്ട് കാര്യമില്ല. ചെവി ഉണ്ടായി കേൾക്കാം, ആർക്ക് വേണമെങ്കിലും വചനം കേൾക്കാം. വചനം കേൾക്കുന്നതും വചനം സ്വീകരിക്കുന്നതും 2 കാര്യമാണ്.
വചനം ആർക്ക് വേണമെങ്കിലും കേൾക്കാം. വചനം കേൾക്കണമെങ്കിൽ ഈ ഓഡിയോ അപ്പാരറ്റസ് കൃത്യമായിട്ട് വർക്ക് ചെയ്താൽ മതി. നമുക്ക് വചനം കേൾക്കാൻ പറ്റും, പക്ഷേ അത് ഡസൻ വർക്ക് ഇറ്റ്. പിന്നെ എന്താ ചെയ്യണത്? വചനം സ്വീകരിക്കണത് എങ്ങനെയാണ്? ഈശോ പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവൻ, പറഞ്ഞേ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം സ്വീകരിക്കും. അപ്പോഴാദ്യം ഇത് ബേസിക് എന്താണ്? ഇതിൻ്റെ ദൈവത്തെ സ്നേഹിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വർഗം വരെ, നിത്യത വരെ ദൈവത്തെ സ്നേഹിക്കുകയാണ്. അല്ലാതെ ഒരു പ്രത്യേക ഇൻസിഡൻറ്റിന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുകയല്ല. നിങ്ങൾ പലപ്പോഴും ചെയ്യുന്നത് IELTS പാസ്സാകാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും, കാനഡയിൽ പോകാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും, PR കിട്ടാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും, മക്കളുണ്ടെങ്കിൽ മക്കൾക്ക് കിട്ടാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും, കടയിൽ ആൾക്കാർ വരുന്നില്ലെങ്കിൽ, കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ കസ്റ്റമേഴ്സ് കിട്ടാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും. ഇങ്ങനെ കസ്റ്റമറി ആയിട്ടുള്ള ഒരു സ്നേഹമില്ല. ദൈവത്തെ സ്നേഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പനെ സ്നേഹിക്കണ പോലെ അല്ല. അപ്പൻ കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. അമ്മയെ സ്നേഹിക്കണ പോലെ അല്ല, അമ്മയും കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. ഭാര്യയെ സ്നേഹിക്കണ പോലെ അല്ല, ഭാര്യ കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. അല്ലെങ്കിൽ ഭർത്താവ് കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. നിത്യമായ ഒരു വ്യക്തിയുമായിട്ടാണ് നിങ്ങൾ സ്നേഹിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കാലിക സ്നേഹമല്ല. ദൈവത്തെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ നിത്യത വരെ സ്നേഹിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയെ സ്നേഹിക്കുന്നത് നിത്യത വരെയുള്ള എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന വിഷയമായി ഉടമ്പടിയിലൂടെ തിരിച്ചറിഞ്ഞതിലെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ വചനങ്ങളുടെ ജീവിതാർത്ഥങ്ങളെ എന്നെ അഭിഷേകമായി ബോധ്യപ്പെടുത്തണമേ. പഠിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു. ഇത് ഒരു സീരിയസ് ആയിട്ട് ടാർഗറ്റ് ചെയ്യേണ്ടതാണ്. എന്താണ്? നിങ്ങളെപ്പോഴും പത്രം കൊടുത്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു. എന്തോ ഒരു വലിയ ആത്മാക്കളെ വീണ്ടെടുക്കുകയും ദൈവത്തിൻ്റെ സ്നേഹം കൈമാറുകയും മറ്റുള്ളവർ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ അവസരമൊരുക്കുകയും ചെയ്യുന്ന അപ്പോസ്തലികമായ വലിയ ദൈവിക ശുശ്രൂഷയാണ് നമ്മൾ ഈ പത്രം കൊടുക്കുന്നതിലൂടെ നമ്മൾ നേടുന്നത്. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ തലയും ചുരുക്കി, ഈശോ ഇനി എത്ര പത്രമുണ്ട്? ഇനി 16 പത്രമുണ്ടോ? ഇത് എവിടെ കൊടുക്കാനാണെന്ന് പൊട്ടിപ്പെണ്ണ നിൻ്റെ കാര്യം തീരുമാനമായി. ഇത് ദൈവസ്നേഹത്തോടെയാണ് ചെയ്യണത്. പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം ദൈവസ്നേഹത്തോട് ചെയ്യുമ്പോൾ അതനുസരിച്ച് ആനുപാതികമായിട്ടായിരിക്കും. കാരണം ദൈവത്തിൻ്റെ സാധ്യത നിങ്ങൾക്കറിയാമല്ലോ, അത് ഇന്ന കാര്യമൊന്നുമില്ല. നിൻ്റെ ഏത് സ്വകാര്യമായ അഭിരുചികൾ പോലും ദൈവം മാനിക്കുമെന്നാണ് പറയുന്നത്. അത് സത്യമായ കാര്യമാണ്. സ്വകാര്യമായ അഭിരുചികളെ ചിലപ്പോൾ നമ്മുടെ ഭർത്താവ് മാനിക്കത്തില്ല. പൊടി ഇതൊക്കെ പൊട്ടത്തരങ്ങളുണ്ട്, എൻ്റെ അടുത്ത് വരരുതെന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ ഭാര്യ മാനിക്കത്തില്ല. പക്ഷെ നിൻ്റെ സ്വകാര്യമായ ഇന്നലെ മെനയെന്നൊരു സാക്ഷ്യം ഉണ്ടായി. ആ കുട്ടി പേര് പറഞ്ഞിട്ടില്ല, കാക്കനാടെന്നാ. പക്ഷെ ഇന്ന് ഞാൻ അപ്പ് ചെയ്തിട്ടുണ്ട് ആ സാക്ഷ്യം. ഇവളെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ആശുപത്രി കിടക്കുകയാണ്. പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഉള്ളിലൊരു കൊതി. അവൾ മാതാവിനോട് എന്നിട്ട് ആ കൊതി പറയും. എന്താ കൊതി എന്ന് വെച്ചാൽ അവൾക്ക് ചൂട് ചോറ് വേണം, അച്ചിങ്ങാത്തോരൻ വേണം. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. കേട്ടാൽ ഇതൊരു വിധം കോമഡിയായിട്ട് തോന്നും. പക്ഷെ നിൻ്റെ കോമഡി പോലും കർത്താവ് മാനിക്കും. ഇതാണ് സ്നേഹമെന്ന് പറയണത്. നിങ്ങൾക്കറിയാമല്ലേ, പ്രസവിച്ചിട്ടുള്ള അമ്മമാർക്ക് എല്ലാം അറിയാം, ഇങ്ങനെ പലതരം കൊതികൾ അവർക്കുണ്ടാവും. അത് സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ പനി പിടിച്ചവർക്കും ഉണ്ടാകും ചില സമയത്ത്. ഇറച്ചിക്കറി വേണം, ചോറ് വേണം എന്നൊക്കെ പറയും. അപ്പോൾ അമ്മമാർക്കിത് അറിയാം. അമ്മമാർ ആ പനിയിൽ നിന്ന് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുന്നത് അമ്മ കുഞ്ഞിനോട് പറയും, ഇത് ഉവ്വ മാറട്ടെ, മണ്ണ് ഇറച്ചിക്കറിയും ചോറ് തരാമെന്ന് തന്നെ പറയും. അതെന്ന് വെച്ചാൽ അത് അമ്മമാർക്ക് അവരുടെ ഒരു വൈബുണ്ട്. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ഈ പ്രസവക്കിടക്കെ കിടന്ന് മാതാവിനോട് സ്വകാര്യമായി പറഞ്ഞതാണ്, അമ്മ ഇത്തിരി ചൂട് ചോറും ഇത്തിരി അച്ചിങ്ങാത്തോറും കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നെന്ന്. ആരോട്? മനസ്സിൽ പറഞ്ഞു. ആരോടാണ്? അമ്മയോട്. പിന്നെ സംഭവിച്ച കാര്യമൊക്കെ കേൾക്കണം, ഞെട്ടിപ്പോവും. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പം വാതിലെ മുട്ടിയപ്പോൾ ഇവിടെ ബൈസ്റ്റാൻഡർ പോയി വാതിലെ നോക്കിയപ്പോൾ ഒരു ചേടത്തി ഒരു പൊതി കൊടുത്തവർക്ക്. ആ പൊതിയും ചുവന്ന് എടുത്തുകൊണ്ട് ഇവളുടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്ത്, നിനക്ക് തരാൻ വേണ്ടി പറഞ്ഞതാണെന്നും പറഞ്ഞ് കൊടുത്ത് ഇത്
തുറന്നു നോക്കിയപ്പോൾ ചൂടുചോറും അച്ചിങ്ങത്തോരനും. എന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയാമോ നിങ്ങൾക്ക്? നിങ്ങളോട് പറഞ്ഞത് ഞാൻ കൃപാസനത്തിൽ നിന്ന് വരികയാണെന്ന് പറഞ്ഞെന്ന്. അതാണ് പ്രശ്നം. നീല സാരി ഉടുത്ത് ആൾ വന്നിരിക്കുകയാണ്, ഞാൻ കൃപാസനത്തിൽ നിന്ന് വരികയാണ്. ഇതാണ് കൃപാസന അമ്മയുടെ ഒരു നിൻ്റെ സ്വകാര്യമായ അഭിരുചികളെപ്പോലും മാനിക്കുന്ന ദൈവം. ഇത് ഇപ്പോൾ തുടങ്ങിയൊന്നുമല്ല. ഞാൻ ചില സമയത്തൊക്കെ ബൈബിൾ വായിക്കുമ്പോഴേ നിങ്ങൾ ഐസയ 43 വായിച്ച് നോക്കിയേ. ഐസയ 43 ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സ്നേഹിക്കണമെന്ന് നമുക്ക് മനസ്സിലാകും. ഐസയ 43:4. അതെ അതെ. നീ എനിക്ക് വിലപ്പെട്ടവനും, പറഞ്ഞേ, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. 5 വയസ്സുള്ളൂ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇതാണ് പ്രശ്നം. ഇതാണ് പ്രസൻസ് എന്ന് പറയുന്നത്. ഇത് വാഗ്ദാന പേടകം എന്ന് പറയണത്. ഭയപ്പെടേണ്ട. ഇപ്പം ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദൈവം ആദ്യം നമ്മളെ സ്നേഹിക്കുകയാണ്. ഇപ്പം നിങ്ങളിവിടെ പറഞ്ഞില്ലേ, ഇപ്പം ഇന്നലെ ആ രാജീവ് ശിവനന്ദനം പറഞ്ഞത്, ആ മനുഷ്യന് ആദ്യം മുതലേ ദൈവത്തോട് ഒരു സ്നേഹം തോന്നി. ആരെങ്കിലും എന്നോട് പറഞ്ഞു കാണും, അങ്ങനെ എന്നെ വിളിക്കാതെ ഞാനിവിടെ വരത്തില്ലല്ലോ, അപ്പോൾ ദൈവം എന്നെ വിളിച്ചതാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെന്നൊക്കെയാണ് ഇത് പറയണത് അദ്ദേഹം. അങ്ങനെ കുറേ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ എൻ്റെ മനസ്സ് വന്ന സംഭവം എന്താണെന്നറിയാമോ? ദൈവം നമ്മളല്ല ഇനിഷ്യേറ്റീവ് എടുക്കണത്, ദൈവമാണ് ആദ്യത്തെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. നിങ്ങൾ ഇന്ന് കൃപാസനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിലേക്ക് ദൈവം സ്വകാര്യമായി വ്യക്തിപരമായി നിന്നെ വിളിച്ചിരിക്കുന്നു. കൈയടിച്ച് കർത്താവോട് ഓരോ സബ്ജക്റ്റ് വൈസും ദൈവം പറയുന്ന കാര്യം എന്താണ്? ഇപ്പോൾ കടം കയറി, അപ്പോഴും ദൈവം പറയും ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. രോഗം വന്നു, അപ്പോഴും ദൈവം പറയും എന്താണ്? 43:5 ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഈ കൂടെയുള്ള ദൈവം പ്രസവക്കിടക്കയിൽ പോലും നമ്മുടെ അഭിരുചിക്ക് വേണ്ടി എന്ത് അറ്റം വരെയും പോകാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവം ശരിക്കും പറഞ്ഞാൽ നമ്മളെ സാന്നിധ്യം വാഗ്ദാനം ചെയ്യണത് തൻ്റെ സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ്. മനുഷ്യന്മാർക്ക് ഒരിക്കലും ദൈവത്തെ സ്നേഹിച്ച് തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പഠിച്ചത് കുരിശുരൂപം നോക്കിയാണ്. ഞാൻ കുരിശുരൂപം നോക്കുമ്പോഴൊക്കെ എപ്പോഴും ഈശോട് പറയണൊരു കാര്യമുണ്ട്, നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാവുന്ന. ഈ കിടപ്പ് കണ്ടാൽ നമുക്കറിയാമല്ലോ, ഇങ്ങനെ നമുക്ക് തിരിച്ച് സ്നേഹിക്കാൻ പറ്റുമോ? അപ്പം തോൽപ്പിക്കാൻ പറ്റാത്തൊരു സ്നേഹത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ ജീവിതത്തിൻ്റെ സ്വകാര്യ അവസ്ഥകളിൽ പോലും സംരംഭമാക്കുന്ന ചൈതന്യത്തിൻ്റെ പേരാണ് ക്രിസ്തു. കൈയിടിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മുട്ടുമടക്കുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം. ഉടമ്പടി എന്താണ് അദ്ദേഹത്തിന് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. ഉടമ്പടി അദ്ദേഹത്തെ എന്താണ് ആക്കി മാറ്റിയതെന്ന് പറയുന്നുണ്ട്. അത് പറയണത്, ഞാനിപ്പോഴ് പുറത്തിറങ്ങുമ്പോഴൊക്കെ എന്നേക്കാൾ കഷ്ടപ്പെട്ടവരെ ഞാൻ നോക്കും, ശ്രദ്ധിക്കും. പൈസ ഇല്ലാത്തവർ, രോഗികളെ, ആശുപത്രിയിൽ കിടക്കുന്ന വേദനപ്പെടുന്നവരെ, കുടുംബങ്ങളിൽ എന്നോട് പ്രയാസങ്ങൾ പറയുന്നവരെ എല്ലാം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. പക്ഷേ അതൊക്കെ മുമ്പ് അദ്ദേഹം പറയുന്നുണ്ട്, ഉടമ്പടി എടുക്കുന്ന മുമ്പ് എനിക്കൊരു മനസ്സുതി ഉണ്ടായിരുന്നു. ബിജോ പറയണതാണ്, ഉടമ്പടി എടുക്കുന്ന മുമ്പ് എനിക്കൊരു മനസ്സുതി, എന്നെക്കാളും മേൽ ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ നോക്കും. എന്നിട്ട് ഞാൻ അവരെപ്പോലെ എനിക്കാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞൊരു കോമ്പറ്റ് ചെയ്യും മനസ്സുകൊണ്ട്. മനസ്സിലായില്ലേ?
ഉടമ്പടി നിങ്ങളുടെ ജീവിതത്തെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ വ്യക്തമായില്ലേ? ഉടമ്പടി എടുക്കുന്നത് വരെ ഞാൻ ചിന്തിച്ചത് എത്ര പേര് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കാനഡയിൽ പോയി, എത്ര പേർക്ക് എത്ര സെൻറ്റ് സ്ഥലമുണ്ട്, ഞങ്ങൾക്ക് 40 സെൻറ്റ്, എന്നേക്കാൾ സ്ഥലമുള്ള കൂടുതലുണ്ട്. കൊച്ചാപ്പൻ്റെ മകന് 60 സെൻറ്റ്, എൻ്റെ ഭാര്യയുടെ അനിയത്തിൻ്റെ വീട്ടുകാർക്ക് 2 ഏക്കർ. അപ്പോൾ എന്നേക്കാൾ മുകളിലുള്ളവരെയാണ് ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നത്. ഉടമ്പടി എടുക്കുന്നവരെ എന്നേക്കാളും മുകളിലുള്ളവരാരാണ്, അവരൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി, അവരൊക്കെ തറ പറ്റിക്കാൻ വേണ്ടി അവരുമായിട്ട് ഞാൻ മത്സരത്തിന് സമയം കുറിച്ചുകൊണ്ടുള്ള ജീവിതമാണ് എൻ്റേത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കണത് എന്താണ്, ഞാൻ എന്നേക്കാൾ താഴെയുള്ളവരെ എന്തുമാത്രം സഹായിക്കാൻ പറ്റും, അതാണ് വിഷയം. ആ മനുഷ്യൻ്റെ ദൈവസ്നേഹം നിറഞ്ഞപ്പോൾ എന്നേക്കാൾ താഴെയുള്ളവരെന്ന് പറയുന്നത് ആരാണ്? അതെല്ലാം ക്രിസ്തുവായിരിക്കും. മനസ്സിലായില്ലേ? നിന്നേക്കാൾ താഴെ ഉള്ളവരെന്ന് പറഞ്ഞാൽ ആരായിരിക്കും? അത് ക്രിസ്തുവായിരിക്കും. ക്രിസ്തു എപ്പോഴും നിനക്ക് താഴെ ആയിരിക്കും എന്ന് ബൈബിൾ പറയുന്നുണ്ട്. എന്താണ്? ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. കണ്ട? അപ്പോൾ എന്നേക്കാൾ താഴെയുള്ളവർ ആരായിരിക്കും? ക്രിസ്തുവായിരിക്കും. ഈ മനുഷ്യനിപ്പോൾ ബിജു എന്താ പറയണത്? ഞാൻ നേരത്തെ ലോകത്തിൻ്റെ സന്തതിയായിരുന്നു, ജഡിക സന്തതിയായിരുന്നു. അപ്പോൾ എന്നേക്കാൾ മുകളിൽ ആരുണ്ട്, അവനൊക്കെ അടിച്ചിടാൻ എന്താ മാർഗമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ വടിയും വഴുകയും എടുത്ത് അമ്പും വില്ലും എടുത്ത് നടക്കിയിരുന്നു. ഇപ്പോൾ ഞാൻ താറി എന്ത് ചെയ്ത്, എന്നേക്കാൾ താഴെയുള്ളവർ ഞാൻ ദൈവത്തിൻ്റെ മുഖച്ഛായ കണ്ടുകൊണ്ട് നോക്കാൻ തുടങ്ങി, ശുശ്രൂഷിക്കാൻ തുടങ്ങി, അവർക്ക് പങ്കുവെക്കാൻ തുടങ്ങി. ഞാൻ തന്നെ ക്രിസ്തുവിനെ തേടി അലയാൻ തുടങ്ങി. ഉടമ്പടി നിന്നെ ക്രിസ്തുവിനെ അന്വേഷിച്ചുള്ളൊരു യാത്രയാക്കി മാറ്റും. കൈയിടിച്ച് കർത്താവ്. അപ്പോൾ എൻ്റെ മക്കൾ, നിങ്ങൾ ഇപ്പോഴത്തെ ഈ സമീപന രീതി ഒന്ന് ചേഞ്ച് ചെയ്യണത് നല്ലതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഒരു ഉടമ്പടി ചെയ്തതിന് ശേഷം, നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നതിന് മുമ്പ് ഒരു ജഡിക സന്തതിയാണെങ്കിൽ അതുപോലെ തന്നെ ജോലി, വീട്, വിവാഹം, അങ്ങനെ ഓരോ കാര്യത്തിലാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അത് തീർച്ചയായിട്ടും നടക്കും, അതല്ല പ്രശ്നം. നിങ്ങൾ അതിൽ മാത്രം ലിമിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ ഉടമ്പടിയെ ഒരു പരീക്ഷ പാസ്സാകുന്നതും ഒരു ഇൻ്റർവ്യൂവും ഒരു സ്ഥലം വിൽക്കുന്നതുമായിട്ടുള്ള വിഷയമായിട്ട് ഉടമ്പടിയെ ലിമിറ്റ് ചെയ്യാം. ഉടമ്പടി അതിനുവേണ്ടി മാത്രമാണ് സ്ഥാപിച്ചതല്ല. ഉടമ്പടി എന്തിന് സ്ഥാപിച്ചതാണ്? ദൈവത്തിന് നമ്മുടെ കൂടെ കൂട്ടുവസിപ്പിന് വേണ്ടി സ്ഥാപിച്ചതാണ്. അതാണ് പറഞ്ഞത്. അതാണ് 14:23 നമ്മൾ വായിച്ചത്, യോഹന്നാൻ്റെ സുവിശേഷം. എന്താണ്? നിങ്ങൾ എൻ്റെ ഉടമ്പടി പാലിക്കുകയും വചനം പാലിക്കുകയും അപ്പോൾ ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ കൂട്ടുവസിപ്പിന് വേണ്ടിയാണ്. ഈ കൂട്ടുവസിപ്പ് നടക്കുമ്പോഴാണ് ഈ 43:5 വർക്കൗട്ട് ചെയ്യണത് ഐസയാ. ഇപ്പം 43 യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 14 അതുപോലെ തന്നെ 23 നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയും പറഞ്ഞേ, നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയും നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം പാലിക്കുകയും ചെയ്യുമ്പോൾ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. വാസമുറപ്പിക്കുക എന്നുള്ള വിഷയത്തിനാണ് ഉടമ്പടി ദൈവിക പ്രാധാന്യം കൊടുക്കുന്നത്. അതിൻ്റെ അൾട്ടിമേറ്റ് എയിം അതാണ്, ആത്യന്തികമായ ലക്ഷ്യം അതാണ്. നമ്മളതിനെ വളരെ ചെറിയ ഒരു മിനിമം പ്രോഗ്രാമായിട്ട്, വീട് കിട്ടിയില്ലല്ലോ, ജോലി കിട്ടിയില്ലല്ലോ, ലൈഫ് മിഷൻ്റെ ലോൺ കിട്ടിയില്ലല്ലോ, ഇങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തിനെ നാണം കെടുത്തുന്ന കുട്ടി മനുഷ്യരായിട്ട് മാറും. മനുഷ്യരാണ്, പക്ഷെ കുട്ടി മനുഷ്യരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കാര്യങ്ങൾക്കിടെ തമ്പുരാനായിട്ട് ദൈവത്തെ ഇങ്ങനെ റെഡ്യൂസ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു ഉടമ്പടി വരണ്ടു പോകാൻ സാധ്യതയുണ്ട്. അവിടെ ഉടമ്പടിക്ക് വലിയ ലക്ഷ്യങ്ങളാണ് ഉള്ളത്. വലിയ ലക്ഷ്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ ഈ 43:5 എന്താണ്? ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞത് എങ്ങനെയാണ് കൂടെ ഉണ്ടാകണത്? ആ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? അതിൻ്റെ പ്രീ റിക്വസ്റ്റ് എന്താണ്? അതിൻ്റെ മുന്നാവശ്യം എന്താണ്? നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ എൻ്റെ, അതായത് ഐസയ 43:5 വർക്കൗട്ട് ചെയ്യണം. എന്താണ്? ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അങ്ങനെ കൂടെ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം?
യോഹന്നാൻ 14:23 വർക്കൗട്ട് ചെയ്യണം. എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം നിങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസം ഉറപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ വാസം ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിനക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാമെന്ന് പറയണത്, അല്ലേ? 15:7 വായിച്ച് ശ്രുതികട. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും പറഞ്ഞേ. കണ്ട നോക്കിയേ. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ വരണം കണ്ടില്ലേ? യോഹന്നാൻ 15:7 എന്താ? വായിച്ചോളൂ. നിങ്ങൾ എന്നിൽ വസിക്കുകയും വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ അതിൻ്റെ അകത്ത് നിങ്ങൾ പറഞ്ഞ 6 കാര്യങ്ങളല്ല, ഇഷ്ടമുള്ളതാണ്. 60 കാര്യങ്ങളാണ്. അതാണ് ഇഷ്ടമുള്ളതാണെന്നാണ് പറയണത്. നിങ്ങളുടെ അഭിരുചി എന്താണ്? ഇപ്പം അതുകൊണ്ടല്ലേ എനിക്ക് ചൂടുചോറും എന്താ വേണം, അച്ചിങ്ങത്തോറും വേണമെന്ന് പറയാം. എന്താ അത് നമുക്ക് തോന്നുമ്പോൾ കോമഡിയായിട്ട് തോന്നും, പക്ഷെ അവർക്കത് കോമഡിയല്ല, അവർക്കത് കിട്ടിയില്ലെങ്കിൽ ട്രാജഡിയാണ്. അതാണ് സംഭവം. അപ്പം നമ്മുടെ മൈന്യൂട്ട് വികാരങ്ങളെ എന്തുമാത്രം മാനിക്കണ ദൈവത്തിൻ്റെ ഈ മാനിപ്പിനെക്കുറിച്ചാണ് നമ്മൾ നീ എനിക്ക് ബഹുമാന്യനാണ്, പ്രിയങ്കരനാണ്, നിനക്ക് പകരം ഞാൻ ജനതകളെ കൊടുക്കുമെന്ന് പറയുമ്പോഴേ നിനക്ക് പകരം ജനതകളെ മാത്രമല്ലല്ലോ കൊടുത്തത്, പിന്നെ എന്താണ്? 3:16 വായിച്ച് യോഹന്നാന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 3 നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ എപ്പോഴും വിഷയം എന്ന് വെച്ചാൽ ആ യോഹന്നാൻ, അതായത് ഇപ്പം നമ്മൾ നേരത്തെ കണ്ട വചനം 15:7 അല്ലേ? 15:7 എന്താ പറയണത്? നിങ്ങൾ എൻ്റെ വചനം പാലിക്കുകയും 15:7 യോഹന്നാൻ എന്നിൽ വസിക്കുകയും നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പോഴ് ഈ ഒരു ലെവലിലേക്ക് വന്നാൽ പിന്നീട് നിങ്ങൾ സേഫായി. അത് കാരണം ദൈവം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തരും. കാര്യം ഇഷ്ടമുള്ളത് തന്നാൽ നിങ്ങൾ നശിക്കത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. എന്താ കാര്യം? നിങ്ങൾ വചനത്തിൽ നിലനിൽക്കുന്ന ആളാണ്. ഈ വചനത്തിൽ ചില ആൾക്കാർ ടെമ്പററി ആയിട്ട് നിലനിൽക്കത്തുള്ളൂ. ഇന്നലെ ഒരു ചേട്ടത്തി, ഒരു നേഴ്സ് സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീടുമില്ല, കുടിയുമില്ല, ഭയങ്കര സങ്കടപ്പെട്ട ജീവിതമായിരുന്നു. അപ്പോൾ അതിനുശേഷം അവരൊന്ന് ഉടമ്പടി ചെയ്ത് ട്രിവാൻഡ്രത്ത് നിന്ന് കുഞ്ഞു വീടാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അവിടെ പെൺമക്കളൊക്കെ വലുതായി വന്നപ്പോൾ അവർക്ക് ഭയങ്കര വീർപ്പുമുട്ടലായി. കുഞ്ഞുങ്ങളീ കുഞ്ഞു വീട്ടിൽ താമസിക്കാൻ ഭയങ്കര അസൗകര്യമായി. അപ്പം മാതാവിനോട് വന്ന് പറഞ്ഞ് എനിക്കൊരു വീട് തന്നെ, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വലുതായി വരികയാണ്, അപ്പം ഞങ്ങൾക്കൊന്ന് പെരുമാറാൻ പറ്റുന്ന രീതിയിലൊരു വീട് തരണമെന്ന് പറഞ്ഞ് പോയി. ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ അവൾ വിചാരിച്ചതിനേക്കാളും നല്ല വീടൊക്കെ കിട്ടും. പക്ഷേ എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഭർത്താവിന് അസുഖം ഉണ്ടായി, അതും മാറും. ഇതെല്ലാം മാറിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ പുള്ളി ഉടമ്പടി മറന്നു പോകും. അതാണ് സംഭവം. ഉടമ്പടി മറന്നു പോകും. പിന്നെ എന്നാ പറ്റും വെച്ചാൽ ഉടമ്പടി മറന്നു പോയാൽ എന്നാ പറ്റും? പ്രൊട്ടക്ഷൻ പോകും ഉടനെ. കാര്യം ഉടമ്പടി എന്ന് പറഞ്ഞൊരു സംരക്ഷണമാണല്ലോ. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന്. ഇപ്പോൾ ദൈവം കൂടെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഐസയായിൽ നമ്മൾ വായിച്ചത് 43:5 എന്താണ്? ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അപ്പം കൂടെ ഇല്ലെങ്കിൽ എന്താ സംഭവം? ഭയപ്പെടേണ്ടി വരും. മനസ്സിലായില്ലേ? ആ വചനം തിരിച്ചിടുമ്പോൾ നിങ്ങൾ ഉടമ്പടിയിലല്ല എന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെയല്ല. കൂടെ അല്ലെങ്കിൽ പിന്നെ എല്ലാത്തിനും ഭയപ്പെടേണ്ടി വരും. ഇവർ വിചാരിച്ച് ഈ അനുഗ്രഹത്തിൻ്റെ ഹണിമൂണൊക്കെ കഴിഞ്ഞപ്പോഴേ ദൈവത്തെ മറന്നു കളഞ്ഞവർ. അപ്പം പിന്നെ ഓരോ രോഗങ്ങളും അപകടങ്ങളും അസ്വസ്ഥതകളും എല്ലാം
വലിഞ്ഞു കയറി, വഴിയെ പോകണമെല്ലാം വലിഞ്ഞു കയറി വീട്ടിൽ വിരുന്ന് വരാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഇവർക്കൊരു ബോധമുണ്ടായി. പിന്നെ ഭർത്താവിനോട് പറഞ്ഞത്, പിന്നെ നമുക്കൊന്ന് പോയി, നമുക്ക് ഇത്രയും അനുഗ്രഹം നമുക്ക് കിട്ടിയില്ലേ, ഇപ്പം നമ്മൾ ഉടമ്പടിയും ഇല്ല, പ്രാർത്ഥനയൊന്നും ഇല്ലല്ലോ, ഇപ്പം നമ്മുടെ ഈ കുടുംബത്തിലാണെങ്കിൽ പഴയ അവസ്ഥയിലായിട്ട് തിരിച്ച് വരണില്ലേ, അപ്പം അതുകൊണ്ട് നമുക്ക് പോയി സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ്, അധികം പറഞ്ഞില്ലേ, ഒരു 3/4 മണിക്കൂർ 3/4 മണിക്കൂറോളം പറയാനുള്ള കാര്യങ്ങൾ എണ്ണി അവർ പറയുകയാണ്. നേഴ്സാണ് ട്രിവാൻഡ്രത്ത്. അതായത് എണ്ണി പറയുകയാണ്. അപ്പോൾ ഇത്രയും കാലം ദൈവത്തെ മഹത്വപ്പെടുത്താതെ അവരെ ആ കാര്യം കണ്ടതിന് ശേഷം യൂസ് ആൻഡ് ത്രോ, ദൈവത്തെ നമ്മൾ കപ്പലണ്ടിയുടെ തൊണ്ടാക്കി മാറ്റും. നമ്മളതിൻ്റെ തൊണ്ട്, അനുഗ്രഹത്തിൻ്റെ കാമ്പെടുത്ത് കഴിച്ചിട്ട് തൊണ്ട് വലിച്ചെറിയണ പോലെ അങ്ങനെ കുറേ നെറുകെട്ട ജാതികളുണ്ട്. നിങ്ങൾക്ക് ഓടരുത് അവറാച്ച പണി വരുന്നുണ്ട്. അതായത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളറിയാമല്ലോ, ഇത് ദൈവത്തോടെ കളിക്കണത്. അതായത് ഒരു മിനിമം സത്യസന്ധത പോലും ഇല്ലെങ്കിൽ, ഒരു മിനിമം മനസ്സാക്ഷി ഇല്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം വിളക്കാൻ തേക്കണ പാണ്ടാവും. അപ്പം അതുകൊണ്ട് അഭ്യാസം കാണിക്കാതെ മര്യാദക്ക് ദൈവദർശനെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് റോമാ 4:20 അനുസരിച്ച് കൊണ്ട് വിശ്വാസത്തെ വളരാൻ നോക്കണം, ശക്തിപ്പെടാൻ നോക്കണം. കാര്യം വിശ്വാസത്തിൽ ഒരു കാലത്ത് വിശ്വാസം ഉണ്ടായി, അതുകൊണ്ട് കുറേ വല വീശി കുറേ മീൻ പിടിച്ചു ഭക്ഷണം കഴിച്ചൊന്നും അതൊരു കാര്യമില്ല. ദൈവത്തിൻ്റെ ഉദ്ദേശം അതല്ല. റോമാ 4:20 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റോമാ 4:20 വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. അപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്തണത് ഇപ്പൊ ആൾക്കാരുടെ സ്വഭാവം അറിയാമല്ലോ. ഇപ്പോഴ് ഇവിടെ വന്ന് 10 മിനിറ്റ് പറയണതല്ല, ജനം വാ പൊളിക്കണത് കൃപാസനം മാതാവിൻ്റെ ലൂടെ ഈശോ ലോകത്ത് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ പറയാനാണ് ആൾക്കാർ വാ പൊളിക്കണത്. എവിടെ ചെന്നാലും മാതാവിനെക്കുറിച്ച് ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. അതെന്താ, ദൈവത്തെ അവർ മഹത്വപ്പെടുത്തുകയാണ്. അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ പങ്കുവെച്ച് കൊടുത്തുകൊണ്ട് അവർക്ക് കിട്ടിയ വെളിച്ചം പകർന്ന് കൊടുത്ത് ഇരുട്ടിനെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ അതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പം നമ്മൾ പറയുമ്പോഴേ, ചെവിയോരം പറയുമ്പോഴേ എന്താ സംഭവിക്കണത്? റോമാ 4:20 സംഭവിക്കും. എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, പറഞ്ഞോളൂ, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവർ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അത് കൈമാറ്റത്തിനുള്ളതാണ്. അതുകൊണ്ട് ദൈവം മഹത്വപ്പെടേണ്ടതാണ്. മഹത്വപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ ശക്തി പ്രാപിക്കും. വിശ്വാസത്തിന് എന്തുമാത്രം ശക്തി പ്രാപിക്കാൻ പറ്റുമെന്ന് എനിക്ക് പോലും എന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല. അതൊരു നിരന്തരമായ വലിയൊരു പാഠ്യപദ്ധതിയാണ്. അന്ത്യം വരെ നമുക്ക് വിശ്വാസത്തിൻ്റെ അകത്ത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും നമ്മൾ. കാരണം വിശ്വാസം അങ്ങനെയാണ്. നമുക്കൊരു പഠിക്കണവർക്കാണെങ്കിൽ പോലും നമുക്കൊരു ഡോക്ടറെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ അവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നോക്കാം. ഇത് അങ്ങനെയല്ല. വിശ്വാസത്തെ പഠനം പാഠ്യപദ്ധ വിഷയമാക്കി കഴിഞ്ഞാൽ അതിന് അറ്റവും അറുതിയുമില്ലാത്ത അപാരതയാണ് ഉണ്ടാകണത്. അത്രയും, അതായത് നമുക്ക് ദൈവം അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. നമ്മൾ സാക്ഷ്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളെ സുവിശേഷം പകർന്നുകൊണ്ടേയിരിക്കും. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. വിശ്വാസത്തെ ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. ശ്രദ്ധിക്കട്ടെ. ചിലർ ഷെയർ ചെയ്യുക പോലും ഇല്ല, ചിലർ സബ്സ്ക്രൈബ് ചെയ്യുക പോലും ഇല്ല. അതാണ് വിഷയം. അതുകൊണ്ടാണ് ഇവിടെ ഈ നോൺ ക്രിസ്ത്യൻസിൻ്റെ സാക്ഷ്യം ഇടിവെട്ടായി വരണത്. ക്രിസ്ത്യൻസ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തോളാമെന്ന് പറയും, ഞാൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെ പറ്റിച്ചുകൊണ്ട് പോകും. പക്ഷേ നോൺ ക്രിസ്ത്യൻസ്, ബ്രദർ ഇതും ചെയ്തു തരുക, സിസ്റ്റർ ഇതും ചെയ്തു തരുക എന്ന് വെച്ചില്ല. ഇവിടെ വിഷയം, ദൈവം ആടെ കൂടെ നിൽക്കും, മറ്റേ പന്നിയുടെ കൂടെ നിൽക്കത്തില്ല. അവൻ അളന്ന് വെച്ചിരിക്കുകയാണ്. അവൻ ദൈവത്തിൻ്റെ അനുഗ്രഹം 10 പതുങ്ങി വന്ന് അടിച്ചു മാറ്റാൻ വല്ല വകുപ്പുണ്ടാകുന്ന വിചാരിച്ചുകൊണ്ടാണ് വരണത്. നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്തേക്കുമ്പോൾ ഓർക്കണ കാര്യം, ഇവിടെ ഒറ്റ ലേബലേ ഉള്ളൂ, വിശ്വാസി. വെദർ യുവർ ക്രിസ്ത്യൻ ഓർ നോൺ ക്രിസ്ത്യൻ, അങ്ങനെ ഒരു പേര് ഇവിടെ ഇല്ല. അതൊക്കെ വില്ലേജ് ഓഫീസിലേ ഉള്ളൂ. ഇവിടെ ഒരു പേരേ ഉള്ളൂ, നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ. ദൈവത്തിൻ്റെ സ്നേഹിത, ദൈവത്തിൻ്റെ സ്നേഹിതൻ.
ദൈവത്തിൻ്റെ സ്നേഹിതനാണ് നീയെങ്കിൽ, ദൈവത്തിൻ്റെ സ്നേഹിതയാണ് നീയെങ്കിൽ നീ ഉടമ്പടിയിലാണ്. എന്ന് വെച്ചാൽ നിനക്ക് ഉടമ്പടി നിലനിൽക്കുമെന്നുണ്ടെങ്കിൽ, അല്ലാതെ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഇപ്പോൾ എടുത്ത് തൽക്കാലം സീസണിൻ്റെ ആയിട്ട് ഇത് അവസാനിപ്പിക്കുകയാണെങ്കിൽ, പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഉടമ്പടി എന്ന് പറയുന്നത് ഒരു കാര്യസാധ്യതത്തിന് വേണ്ടി ഒരിക്കൽ നമ്മൾ എടുക്കുന്ന എന്തോ ഒരു ഏർപ്പാടല്ല. അതുകൊണ്ടാണ് ഈശോ നിലനിൽപ്പിനെ കുറിച്ച് പറയണത്. 15:7 ഒന്നിന് വായിച്ചേ. യോഹന്നാൻ 15:7 ഒന്നിന് വായിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും, പറഞ്ഞ നിങ്ങൾ എന്നിൽ വസിക്കുകയും, നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുമെങ്കിൽ. അതാണ് പ്രശ്നം. ഉടമ്പടി നിങ്ങൾ എന്നിൽ വസിക്കുകയും, എൻ്റെ ഉടമ്പടി നിങ്ങൾക്കറിയാമല്ലോ. ഉടമ്പടിക്ക് വചനത്തിൽ കുറേ വാക്കുകൾ പര്യായങ്ങളുണ്ട്. ഉടമ്പടിക്ക് പറയുന്ന വാക്ക് എന്താണ്? വാഗ്ദാനം എന്ന് പറയും, അല്ലേ? വാഗ്ദാനം എന്ന് പറയും. പിന്നെന്ത് പറയും? വാക്കെന്ന് പറയും, വചനമെന്ന് പറയും. എല്ലാം ഉടമ്പടിയാണ്. നിയമമെന്ന് പറയും. എല്ലാം ഉടമ്പടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈശോ എന്താ പറയണത്? ഈ 15:7 എന്താ പറയണത്? നിങ്ങൾ എന്നിൽ വസിക്കുകയും, പറഞ്ഞേ, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിലെ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ. അല്ലാതെ 90 ദിവസത്തേക്ക് ഞാൻ ഉടമ്പടി ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വരട്ടാൻ വരരുത് നിങ്ങൾ. ഞങ്ങൾ പുതുക്കി വെച്ചാ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവരുദ്ദേശിക്കുന്നത് ഈ ടൈം ബൗണ്ടായിട്ട് ഇവരെന്തോ പരിപാടിയൊക്കെ കാണിച്ചപ്പോഴും ദൈവം അതനുസരിച്ച് ഇവരെ സഹായിക്കണമെന്നാണ്. അതല്ല, അങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള നിബന്ധനകൾക്ക് അപ്പുറത്താണ് ഉടമ്പടി. എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും. അത് ദൈവത്തിനോടുള്ള സ്നേഹമെന്ന് പറയുന്നത് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു സംവിധാനമല്ല. അത് ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികൾ ആ സ്നേഹത്തിൽ നിലനിൽക്കാം. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ. ഇപ്പം 15:16 വായിച്ച യോഹന്നാൻ്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 15:16 നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല. അതിനെ ഒന്ന് പറഞ്ഞ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അപ്പം നിലനിൽപ്പാണ് വിഷയം. നമ്മൾ ചെയ്യുന്ന ഫലങ്ങളും നിലനിന്ന് പോകണം. ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റിന് ഉടമ്പടി സ്കോപ്പില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെ, നിങ്ങൾ ദൈവവുമായിട്ട് എടുത്തിരിക്കുന്ന ഉടമ്പടി ആത്മാർത്ഥമാണ് തെളിയിക്കാനുള്ള ബാധ്യത നിങ്ങളുടെ വിശ്വാസം നീതീകരിക്കപ്പെടുന്ന പ്രവൃത്തികൾക്കുള്ളതാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ നീ ബന്ധത്തിൽ നിലനിൽക്കുവാൻ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. വചനം പാലിച്ചുകൊണ്ട് ബന്ധം നീയുമായി സ്ഥാപിക്കുവാൻ ഈ ആരാധനയിലൂടെ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ നിങ്ങളുടെ വസ്തുതകൾക്ക് പ്രാധാന്യം വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ദൈവമാകുന്ന വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഷിഫ്റ്റിംഗ് നടക്കണം ഇതിൻ്റെ അകത്ത്. ദൈവത്തിന് പ്രാധാന്യം. ഇപ്പം പലരുടെ ഉടമ്പടി തണുത്തു പോയതിനും ഉടമ്പടി വരുമാനമില്ലാത്ത രീതിയിൽ പുഷ്പിക്കാത്ത മരം പോലെയാകാൻ കാരണം നിങ്ങളുടെ വിഷയത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുകയും ദൈവത്തെ അതിൽ നിന്ന് ആ പിക്ചറിൽ നിന്ന് മാറ്റുകയും ചെയ്തിട്ടാണ്. അപ്പോൾ ഇതൊന്ന് തിരിച്ചു കൊണ്ടുവരണം. കാര്യം എന്താണ്? നീ ഉടമ്പടി എടുത്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഉടനെ നീ പറയണം ദൈവത്തെ പ്രത്യേകമായി സ്നേഹിക്കാനെന്ന്. ഒറ്റ ഉത്തരവേ ഉള്ളൂ. എന്തിനാണ് നീ ഉടമ്പടി എടുത്തതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഉടനെ നീ പറയണം, ഒറ്റ ശ്വാസത്തിൽ പറയണം. രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ വിളിച്ചിന്തിപ്പിച്ചാൽ പറയണം, ഞാൻ ഉടമ്പടി എടുത്തത് ദൈവത്തെ എല്ലാവരെക്കാളും ഉപരിയായി സ്നേഹിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഇതിൻ്റെ IELTS പാസ്സാകാനാണ്, കാനഡയിൽ പോകാനാണ്, PR കിട്ടാനാണെന്ന് പറയരുത്. അടി മോഹത്തൊക്കെ പാഴ്സൽ കിട്ടും. എന്നുവെച്ചാൽ നീ വെറുതെ ചുമ്മാ വസ്തുവിന് പ്രാധാന്യം കൊണ്ട് ദൈവത്തിന് കളിയാക്കാൻ വേണ്ടി വന്നിരിക്കണം എന്ന് തോന്നും. അതല്ല സംഭവം.
അപ്പൊ ഒന്ന് പറഞ്ഞേ, ഞാൻ ഉടമ്പടി എടുത്തത് എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, എനിക്ക് വേണ്ടി തിരുവലാവിൽ മുറിവേറ്റവനെ, മുൾക്കിടം ചൂടിയവനെ, സ്വന്തം ജീവൻ എന്റെ വീണ്ടെടുപ്പ് വിലയായി നൽകിക്കൊണ്ട് എനിക്ക് വേണ്ടി തിരുവുദ്ധാനം ചെയ്തവനെ, നിത്യത അവകാശമാക്കിയവനെ, നിത്യത വരെ സ്നേഹിക്കാനാണ് ഞാൻ ഉടമ്പടിയിലായിരിക്കണത്. ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഒരിക്കലും. അമ്മ ഇത്രയും സുന്ദരമായ രീതിയിൽ ഒരു കാലത്തും കേരളത്തിൽ എത്രയോ അനുഗ്രഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തരംഗകാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാളെല്ലാം എബവാണ്. ഇപ്പം ഇന്നലെ ഒരു സാക്ഷ്യം ഈനസ് മുക്കാട്ടുകര തൃശ്ശൂർ അവിടെ ഇന്നലെ സാക്ഷ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ടിട്ടുണ്ട്, സാക്ഷി ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ മതി. എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈനസിൻ്റെ വൈഫിന് ക്യാൻസർ വന്നു. അവർ തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ 3ാം സ്റ്റേജായി. പിന്നെ അത് അഡ്വാൻസായി 4ാം സ്റ്റേജായി. ക്യാൻസർ 4ാം സ്റ്റേജായി കഴിഞ്ഞപ്പോൾ ഇനസിന് മനസ്സിലായി. ഡോക്ടർ പറഞ്ഞു കീമോ കൊടുത്തിട്ട് ആൾ കരിഞ്ഞ് വരണ്ട് ആന്തരിക അവയവങ്ങളൊക്കെ പൊള്ളി പോകണമെന്നല്ലാതെ ഇനി ഇങ്ങനെ പതുക്കെ കീമോ കൊടുത്തും വിശ്രമിച്ചുമൊക്കെ പോകാനേ പറ്റത്തുള്ളൂ. അങ്ങനെ അവർ അത് അക്സെപ്റ്റ് ചെയ്തവർ അങ്ങനൊരു അവസ്ഥയിലായിപ്പോയി. പക്ഷെ മഹാസങ്കടമാണ് ഉള്ളിൽ. അപ്പോൾ ഇനി വൈദ്യശാസ്ത്രത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് പറയുമ്പോൾ ഇനസിനോട് ഒരാൾ പറയും, ഇനി ഒരു കാര്യം ചെയ്യാനുണ്ട്, ആലപ്പുഴ പോയി കൃപാസന മാതാവിനെ കണ്ടാൽ മതി എന്ന് പറയും. ഈ മനുഷ്യന്മാർ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്. ഞാനിത് കൈ നിന്നിട്ട് പറയണം, ആ സാക്ഷി നിങ്ങൾ കേൾക്കണം. ഇവരിവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തിട്ട് ഇവർ ഉടമ്പടി തൈലമോ തേനോ ഉപ്പൊക്കെ എടുത്തിട്ട് ഇവർ പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി തൈലം കഴിക്കും. സാക്ഷ്യമൊന്ന് നിങ്ങൾ കേൾക്കണം. അതായത് എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പെട്ടെന്ന് പറയും, ഇത് വല്ലാത്തൊരു മാറ്റമാണല്ല, ഇനി നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നതേ. ഇപ്പം ഇത്രയും, അതായത് രാത്രി പകലായി പോലെ മാറ്റമായിപ്പോയി ആന്തരിക അവയവങ്ങൾക്ക്. എന്നിട്ട് പറഞ്ഞു ഇത് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഉടനെ അവർ ഓപ്പറേഷൻ നീക്കി. പിന്നീട് നടക്കുന്ന കാര്യം ഭയങ്കര രസമാണ്. ആൾ ഇപ്പം നല്ല ജീവനോടെ, ഇപ്പം 2-3 ടെസ്റ്റെല്ലാം കഴിഞ്ഞപ്പോഴും ആ ശരീരത്തിൽ ക്യാൻസറിൻ്റെ ഒരു ചെറിയ തന്മാത്ര പോലും ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഇത്രയും വലിയൊരു ദൈവമാണ്, ഇത്രയും വലിയൊരു പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി എന്ന് പറയണത്. എല്ലാ പ്രത്യാശയും പോകുമ്പോഴും വിശ്വസിക്കുന്നവന് ഒരിടമുണ്ട് ഇവിടെ. അവിടെ നിന്നെ കാത്തിരിക്കാൻ യേശുവിൻ്റെ അമ്മയുണ്ട്, നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി. കൈയടിച്ച് കിടന്നു നന്ദി പറയുന്നു. ഉടമ്പടി പ്രാർത്ഥന തന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ ദൈവവേദന. ഈ സാക്ഷ്യങ്ങളെല്ലാം ദൈവം നിൻ്റെ മുമ്പിൽ ഈ കാലത്ത് തരണം. എന്തിനാണ്? നീ ഈ സങ്കടകാലത്ത് വിഷമിക്കാതെ കണ്ണുനീരിൽ നിൻ്റെ ജീവിതം അവസാനിക്കത്തില്ല എന്ന് ദൈവം നിന്നോട് പറയണേ എന്നിലൂടെ. അല്ലാതെ നിൻ്റെ ജീവിതം ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല. അതായത് നിൻ്റെ ജീവിതം നീ വിചാരിക്കണ പോലെ തകർന്നിട്ടില്ല. നീ വിശ്വസിക്കുക. വിശ്വസിച്ചുകൊണ്ട് നമുക്കറിയാലോ ഉടമ്പടി സത്യസന്ധത എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം നമ്മൾ അധരം കൊണ്ട് വിശ്വസിക്കണ, ഹൃദയത്തിൽ വിശ്വസിക്കണത് അധരം കൊണ്ട് ഏറ്റുപറയുമ്പോഴേ അത് നമ്മളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തിയമാക്കണത് ദൈവതിരുസന്നിധിയിൽ അല്ല, അത് ദൈവത്തിന് നീതിയുടെ ഭാഗമാണ്.
അപ്പോൾ എന്തുമാത്രം നിൻ്റെ ഉടമ്പടിയെ നീ പ്രവർത്തികൾ കൊണ്ട് നീതീകരിക്കുന്നുവോ അത്ര കണ്ട് ദൈവം നിന്നെ വിശ്വാസത്തിലെടുക്കും. പല അണ്ണന്മാർക്ക് കുഴപ്പമുണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടിട്ട് പോകുമെന്നല്ലാതെ അത് പിന്നീട് അതുമായിട്ട് കണ്ടിന്യൂ ചെയ്യത്തില്ല. അത് ദൈവസംഘത്തിൻ്റെ പദ്ധതിയാണ് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ കൂടെ നിൽക്കത്തില്ല. അവരിപ്പോഴും അവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെയും നാട്ടുകാരുടെ കൂടെയും വീട്ടുകാരുടെ കൂടെയും ക്ലബിൻ്റെ കൂടെയും പാർട്ടിയുടെ കൂടെയൊക്കെ നടക്കുകയാണ്. പക്ഷേ നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെ മാത്രം നടക്കാൻ പറ്റിയ ഒരു കാലഘട്ടത്തിലേക്ക് ദൈവം നിങ്ങളെ തിരിച്ചു കൊണ്ടുവന്നിരിക്കണം. ദൈവപൈതലെ യു മസ്റ്റ് നോ ബൈ നോ മീൻസ്. നീ അതറിയാതെ മാർഗമില്ല. കാര്യം ഇത് ദൈവത്തിൻ്റെ കാലമാണ്. അല്ല ഇനി നിൻ്റെ എല്ലാം മടക്കി വെച്ചിട്ട് നിൻ്റെ ബന്ധം സ്വന്തം കാര്യങ്ങളെല്ലാം കുറച്ച് നേരം അതിനെല്ലാം ഒരു സൊല്ല് കൊടുത്തിട്ട് നീ ദൈവത്തിലേക്ക് മടങ്ങി വരണം. അല്ല കൂട്ടുകാർ പറയണം, വീട്ടുകാർ പറയണം, നാട്ടുകാർ പറയണം എന്നൊക്കെ കേട്ടിട്ട് ഓരോ മനുഷ്യനെ തുള്ളിയൊരു കാലം ഉണ്ടായി തുള്ളി നിമിടം വരെ വിറവാദം പിടിച്ച് കിടക്കുകയാണ്. ഇനി തിരിച്ച് നീ വരണം. നിനക്ക് ദൈവം മാത്രമേ ഉള്ളൂ. ആർക്കും നിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ മാത്രം രക്ഷിക്കാൻ പറ്റത്തുള്ളൂ എങ്കിൽ അത് ഉടമ്പടിയിലൂടെയാണ് നടക്കണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി അർഹിക്കുന്ന അവകാശപ്പെടുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ അത് പ്രവർത്തികളോട് പ്രകടമായിക്കൊണ്ട് സുവിശേഷ സാക്ഷിയായിക്കൊണ്ട് ദൈവ പൈതലായി ഉയരാൻ വേണ്ടി നീ പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. പ്രകടമായ പ്രവർത്തനങ്ങള്, നീതീകരണങ്ങള് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകിച്ചുയർത്തണമേ. ഹല്ലേലൂയ. ഉടമ്പടിയിൽ എപ്പോഴും ഐ വിൽ ഡു എന്ന് പറഞ്ഞ ഒത്തിരിയേറെ വാഗ്ദാനങ്ങളുണ്ടാകും. ഉടമ്പടി എല്ലാം അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന വാഗ്ദാനം. നിങ്ങളുടെ ഈ പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നിവൃത്തിയാക്കണത്? അതിനെക്കുറിച്ച് കറസ്പോണ്ടിങ് പ്രോമിസസ് ഉള്ളത് കൊണ്ടാണ്. ഉടമ്പടിയും എന്ന് പറയുന്ന വാഗ്ദാനം തന്നെയാണ് ദൈവത്തിൻ്റെ. 8856 വാഗ്ദാനങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അതിനകത്ത് ഇനി വരാൻ പോണ കാലത്തുള്ള ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ വരെ ഉൾപ്പെട്ടുകൊണ്ടാണ് ആ വാഗ്ദാനം മുന്നോട്ട് പോണത്. അതറിയണമെങ്കിൽ സങ്കീർത്തനം 105:8 വായിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സങ്കീർത്തനം 105:8-9. അവിടുന്ന് തന്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. ഒന്ന് പറഞ്ഞേ, അവിടുന്ന് തന്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കുന്നു. തന്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർമ്മിക്കും. അപ്പൊ ഈ ഉടമ്പടി എന്ന് പറയുന്നത് തന്നെ വാഗ്ദാനമാണ്. അതിന്റെ അടുത്ത അടിയിലുള്ള 9 വായിച്ചേ. അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി. പറഞ്ഞേ, അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി ഇസഹാക്കിന് ശപഥപൂർവം നൽകിയ വാഗ്ദാനം തന്നെ. സംഭവം അപ്പോഴ് ഉടമ്പടി എന്ന് പറഞ്ഞ വാഗ്ദാനം തന്നെയാണ്. ദൈവം ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ അത് ഉടമ്പടിയുടെ ഭാഗമാണത്. അപ്പോൾ ദൈവം തന്ന വാഗ്ദാനം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. എന്തെല്ലാം പറഞ്ഞിരിക്കണത്? അത് ഐസയ്യാ 42 വായിച്ചമന് 42:16. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശയ്യാ 42:16. യേശയ്യാ 42:16. അജ്ഞാതമായ മാർഗത്തിൽ. ഒന്ന് പറഞ്ഞേ, അജ്ഞാതമായ മാർഗത്തിൽ. അപ്പം നിനക്ക് മാർഗം കാണണമെന്നൊരു നിർബന്ധമില്ല. നിനക്ക് എങ്ങനെ രക്ഷപ്പെടും, എങ്ങനെ ജീവിക്കും, എങ്ങനെ ഈ വിഷയം തരണം ചെയ്യും, ആരും നമ്മളെ സഹായിക്കും, അങ്ങനെ ചോദിക്കേണ്ട. മനുഷ്യന്മാരിൽ ആശ്രയിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. രക്ഷാൻ കഴിയാത്ത മനുഷ്യ അഭയം തേടരുത്. ടേക്ക് ദ ബ്ലഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 118 സങ്കീർത്തനം 8 തിരുവചനം. സങ്കീർത്തനം 118:8. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രഭുക്കന്മാരുണ്ടാവും, പാർട്ടിക്കാരുണ്ടാവും, പള്ളിക്കാരുണ്ടാവും, നാട്ടുകാരുണ്ടാവും, ബന്ധുക്കളുണ്ടാവും, സ്വന്തപ്പെട്ടവരുണ്ടാവും, അളിയന്മാരുണ്ടാവും. ഈ അണ്ണന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എന്താ എഴുതിയിരിക്കണത്? പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ. വായിച്ചോളൂ. കർത്താവിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പ്രഭുക്കന്മാർ എന്ന് പറഞ്ഞ് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. അപ്പം നിങ്ങൾ ഈ മനുഷ്യന്മാരിലുള്ള ആശ്രയം കുറച്ച് കൊണ്ടുവരണം.
എന്നിട്ട് എന്ത് ചെയ്യണം? ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടിരിക്കണം. പ്രേക്ഷിത വേലയായാലും ശരി, അതുപോലെ തന്നെ ഉപവി പ്രവർത്തനങ്ങളായാലും ശരി, ആതുര സേവനങ്ങളായാലും ശരി, ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ ഒരു ആവിഷ്കാരങ്ങളാണതെല്ലാം. അതപ്പോൾ ദൈവത്തെ നിങ്ങളുടെ ഉടമ്പടി സത്യസന്ധമാണെന്ന് തോന്നും. അങ്ങനെ വന്നാൽ നിങ്ങൾ ചിന്തിക്കാത്തതുകൊണ്ട് വാഗ്ദാനമാണെന്ന് നമ്മൾ കണ്ടില്ലേ. അതായത് സങ്കീർത്തനം 105:8-9 എന്താ പറയണത്? ഉടമ്പടി തന്നെയാണ് വാഗ്ദാനം. വാഗ്ദാനം എന്ന് പറയുന്നത് എന്താണ്? ഐ വിൽ ലീഡ് ദ ബ്ലൈൻഡ് ബൈ എ റോഡ് ദേ ഡു നോട്ട് നോ. അന്ധന്മാരെ, വാഗ്ദാനത്തിലുള്ളതാണ്. അന്ധന്മാരെ ഞാൻ എന്ത് ചെയ്യും? അതായത് ഐ വിൽ ലീഡ് ദ ബ്ലൈൻഡ് ബൈ എ റോഡ് ദേ ഡു നോട്ട് നോ. അവർക്ക് അജ്ഞാതമായ വഴികളിലൂടെ ഞാൻ അന്ധന്മാരെ നയിക്കും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങളൊന്ന് കണ്ണടച്ചിരുന്നാൽ നോക്കിയാൽ മനസ്സാവും. നിങ്ങൾക്ക് കണ്ണടച്ച് നടക്കാൻ പറ്റും നമുക്ക്. അപ്പം അന്ധന്മാരാണെന്ന് വിചാരിച്ചോ, എന്നിട്ട് നമ്മൾക്ക് എങ്ങനെ ജീവിക്കും? ഏത് ജോലി ചെയ്യും? എപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റും? കുഞ്ഞുങ്ങളുണ്ടാകുമോ? ജോലി കിട്ടുമോ? നമ്മുടെ കടങ്ങൾ എങ്ങനെ പരിഹരിക്കും? ഈ രോഗം എങ്ങനെ സുഖപ്പെടും എന്ന് നമുക്കറിയാൻ പാടില്ലാതിരിക്കുന്ന സമയമാണ് അന്ധത എന്ന് പറയുന്നത്. അതാണ് അന്ധത എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിനക്ക് നിൻ്റെ ജീവിതത്തെക്കുറിച്ചും ജീവിതത്തെ എങ്ങനെ രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് യു ഹാവ് നോ ഐഡിയ. ദെൻ യു ആർ എ ബ്ലൈൻഡ് പേഴ്സൺ. ബ്ലൈൻഡ് പേഴ്സണിനുള്ള പ്രോമിസ് എന്താണ്? ഐ വിൽ ലീഡ് ദ ബ്ലൈൻഡ്. എവിടെയാണത്? നിനക്കജ്ഞാതമായ വഴികളിലൂടെ, നീ ഇന്നുവരെ ചിന്തിക്കാത്തത്, ആലോചിക്കാത്തത്, നിൻ്റെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കാത്ത വഴികളിലൂടെ കർത്താവ് നിന്നെ കുറേ പ്രാർത്ഥനകളൊക്കെ നീ ചെയ്തിട്ടുണ്ട്. നീ കുറേ ഉപവാസമൊക്കെ ചെയ്തിട്ടുണ്ടാകും പണ്ട് ഓരോരോ കാര്യത്തിന് വേണ്ടി. നീ കുറേ കുരിശിൻ്റെ വഴിയൊക്കെ നടത്തി കാണും. നീ കുറേ നൊവേനൊക്കെ കൂടിക്കാണും. നീ പല കാര്യങ്ങൾ ചെയ്ത് കാണാം. അപ്പോഴേ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തപ്പോൾ അതിലെന്തോ ആണ് ഉടമ്പടി. ഒരു ഇനിതി ചെയ്തതുകൊണ്ട് എന്താ ഗതി? അത് പഴയതുപോലെ തന്നെ വരുമോ? അങ്ങനെയൊക്കെ ചിന്തിച്ച് മനസ്സിടിയുന്നവരോട് കർത്താവ് പറഞ്ഞ എന്താ പറഞ്ഞിരിക്കണത്? 43:18 വായിച്ച് ശ്രുതികടെ. ഐസയ 43:18 ശ്രുതികടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശയ്യ 43:18 കഴിഞ്ഞ കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. ഈ 43:19 വചനമുണ്ടേ. അതായത് അതെന്താ പറയണത് വെച്ചാൽ, ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? അതായത് ആന്തരികമായി അഭിഷേകം ലഭിച്ചവർക്കുണ്ടാകുന്ന ഒരു ഇൻഡ്യൂറ്റീവ് നോളജ് ഉണ്ടാകും. അതായത് ഇപ്പോൾ എല്ലാവരും പറയും, ഇപ്പം ചിലരൊക്കെ എന്താ പറയണത്, അവർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം എന്താ, അവർ 9 കൊല്ലമായ മക്കളില്ല എന്നുണ്ടെങ്കിലും അവർ ഉടമ്പടി എടുത്തപ്പോൾ അവർ ഒരു 2-3 ആഴ്ച കഴിഞ്ഞാൽ പറഞ്ഞ്, ഈ പ്രാവശ്യം എനിക്ക് കർത്താവ് കുഞ്ഞിനെ തരും, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. പക്ഷെ ആരും ഭർത്താവിനോട് പോലും പറഞ്ഞില്ല. എന്തിനാണ് ഭർത്താവിനോട് പറയാതിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സ്ഥിരീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭർത്താവിനോട് പറയും. ഭർത്താവ് എന്താ സാക്ഷ്യം പറഞ്ഞിരിക്കണത്? കുഞ്ഞിനെയും കൊണ്ടൊന്ന് സാക്ഷ്യം പറയണേ. അതായത് ഞാൻ അറിഞ്ഞില്ല, ഇവള് സന്ധ്യപ്രാർത്ഥനയ്ക്ക് എന്നെ മാതാവാക്കിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയണമെന്ന് കേട്ടപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കിയ മാതാവായ. സ്വന്തം ഭർത്താവ് പോലും അറിയുന്നില്ല. അവളെ ഈ വിശ്വാസം ജീവിക്കുകയാണ്. അവൾ 9 കൊല്ലം അവർക്ക് മക്കളില്ല. അപ്പോൾ 9 കൊല്ലം മക്കളില്ല എന്നുണ്ടെങ്കിൽ അവളിപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് കണ്ടില്ലേ, അത് മുളയെടുക്കണത് നീ അറിയുന്നില്ലേ? കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. എന്താ പറഞ്ഞതറിയാവോ? അയാൾ തുടങ്ങണതിന് ഇങ്ങനെയാണ്, ഇത് ജീവനുള്ള ദൈവങ്ങൾ അധിവസിക്കുന്ന ഈ സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവന്നതിന് നന്ദി പറയണമെന്ന്. അദ്ദേഹം അങ്ങനെ പറയണത്. ക്രിസ്തീയതയിൽ ഒറ്റ ദൈവം മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷനാണ്, ജീവനുള്ള ദൈവങ്ങൾ വസിക്കുന്ന ഇടത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവന്നതിന് ഞാൻ നന്ദി പറയണം. അതാണ് ശിവനന്ദനന്ദൻ്റെ സാക്ഷ്യത്തിൻ്റെ ആദ്യ ഭാഗങ്ങളെ. പക്ഷേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മൾ 9 കൊല്ലം മക്കളില്ല. ഒന്ന് ചിന്തിച്ച് നോക്കിയേ.
അവർ 5 കൊല്ലം മക്കളില്ലാത്തപ്പോൾ തന്നെ ചെയ്യാവുന്ന എല്ലാം ചികിത്സ ചെയ്ത് കാണും. പക്ഷെ ഉടമ്പടി എടുത്തപ്പോൾ അവിടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് നീ ഈ ആഴ്ച പ്രഗ്നൻ്റ് ആകുമെന്ന് ആന്തരികമായിട്ട് അവളോട് സംസാരിക്കാൻ തുടങ്ങി. ഇത് ഒരു പുതിയ കാര്യമല്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, അതായത് ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ. അതാണ് ഐസയ 43:18-19. അതായത് നമ്മൾ രക്ഷപ്പെടാൻ പോകുന്ന കാര്യം നമുക്ക് മുന്നറിവ് തരും. നമുക്ക് നീ വിഷമിക്കണ്ട, നിൻ്റെ വിസ ഈ ആഴ്ച വരും. അതാണ് വിഷയം. നീ വിഷമിക്കണ്ട. നിന്നെ സംബന്ധിച്ചത് നിനക്ക് ഇപ്പോൾ പൈസ ഇല്ലെങ്കിലും പൈസ എങ്ങനെയായാലും ഉണ്ടാകും. എത്ര സാക്ഷ്യം നിങ്ങൾക്ക് വേണം ഇതുപോലെ. അത് അപ്പോൾ ദൈവം ഇടപെട്ട് കഴിയുമ്പോൾ അത് മുളയെടുക്കണത് നമുക്ക് തന്നെ ദൈവം തന്നെ നമ്മൾക്ക് അറിയിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് രാജീവ് ശിവനന്ദനം പറഞ്ഞത് ജീവനുള്ള ദൈവം അധിവസിക്കുന്ന ഇടമെന്ന് പറഞ്ഞത്. അതായത് എന്തിനാണ് ഞാനിപ്പോൾ എന്നിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സ് പതറരുത്, നിങ്ങൾ ഇടയ്ക്ക് ഇട്ട് കളയരുത്. നിങ്ങൾ വർദ്ധിച്ച സ്നേഹത്തോടെ ജീവചൈതന്യത്തോടെ ദൈവത്തെ ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഈ ദൈവം എന്നെ സ്പർശിക്കും, ഞാൻ ദൈവത്തിൻ്റെ കൈപിടിച്ച് എൻ്റെ ജീവിത അന്ത്യം വരെ നടക്കുന്ന ഒരു കാലം വരും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. സമയമാണ് കർത്താവേ, അങ്ങയുടെ മക്കള് അങ്ങയുടെ വചനങ്ങൾ അവർക്ക് നൽകി. അഥവാ ഈശോ പറയുന്ന പോലെ ഞാൻ പറയാൻ ശ്രമിക്കുന്ന അങ്ങ് എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് നൽകി. കർത്താവേ, അവരെ സത്യത്താൽ അങ്ങ് വിശുദ്ധീകരിക്കണമേ. ഈശോയെപ്പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു, അങ്ങ് സത്യത്താൽ അങ്ങ് അവരെ സംരക്ഷിക്കണമേ. കർത്താവേ, ഇപ്പം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന, ഇപ്പോഴും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവ് ഉടമ്പടി എടുത്തിട്ട് കർത്താവ് ഈ നിമിഷം നീ വരും, അടുത്ത നിമിഷം വരുമെന്ന് നിന്നെ കാത്തിരുന്ന് കണ്ണു നൊന്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നീ വരാതിരിക്കുമ്പോഴേ, നീ വരുന്നില്ലെങ്കിൽ കർത്താവേ ഇവർ വെണ്ണീറായി പോകുന്നുള്ള വലിയ സത്യം കർത്താവേ ഈ അൾത്താറയിൽ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് കർത്താവേ ഞാൻ നിന്നെ അറിയിക്കാൻ ആഗ്രഹിക്കാൻ കർത്താവേ, നീ വരുന്നില്ലെങ്കിൽ, നീ വൈകിയാൽ കർത്താവേ അങ്ങയുടെ മക്കൾ കർത്താവേ വെണ്ണീറായി പോകും കർത്താവേ. നീ ഞങ്ങളുടെ പിതാക്കന്മാർ കാണിച്ച കാരുണ്യം, അങ്ങയുടെ അവകാശം ഓഹരിമാകുന്ന ഇസ്രായേൽ ജനത്തോട് നീ കാണിച്ച കാരുണ്യം കർത്താവേ, ഈ കാര്യങ്ങൾ നിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവേ നീ കൈവെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആണിപ്പെടുതാതെ വലതുകരം അത്ഭുതകരം സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കണ്ടേ, ഒരുമിച്ച് ശ്രദ്ധിക്കണ്ടേ കർത്താവ്. നിന്റെ വലിയ ശക്തി കർത്താവ് മക്കളെ കൊഴുക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവ്. അടിപ്പിണർ പോലെ കർത്താവേ, വൈദ്യ അക്കാലം പോലെ കർത്താവ്, ദൈവിക ശക്തി കർത്താവ് ആകാശം പിളർന്നിറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈശോ അങ്ങയുടെ ചൈതന്യം കർത്താവ്, അങ്ങയുടെ ശക്തി കർത്താവ്, അങ്ങയുടെ തിരുമറുവാറുന്ന വലതുകരം ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും കർത്താവ് വ്യക്തി പ്രാർത്ഥി കർത്താവ്. ഉച്ച മുതൽ ഉള്ളംകാലം വരെ അടിപ്പിണർ പോലെ, ഉച്ച മുതൽ ഉള്ളംകാലം വരെ അടിപ്പിണർ പോലെ, വൈദ്യുത ആക്കാലം പോലെ ദൈവികമായ ശക്തി ഇറങ്ങി വസിക്കട്ടെ കർത്താവ്. രോഗത്തിൻ്റെ സൗഖ്യ പിണരുകൾ കർത്താവ് ഇപ്പോഴാ മക്കൾ അനുഭവിക്കട്ടെ പ്രാർത്ഥിക്കുന്ന. പേശികൾ വേദന ഉള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈശോയെ സർവാംഗം കർത്താവ്, വിസർപ്പ രോഗമുള്ളവർ കർത്താവ്, സോറിയാസിന്റെ രോഗമുള്ളവർ കർത്താവ് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവാവിൽ മുറിയേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുഴുക്കനെ ചൂടിയവനെ, നിന്റെ തിമിർ പാർന്ന വലതുകരം ഓരോ മകനെ വേണ്ടി വെക്കണേ പ്രാർത്ഥിക്കുന്നു കർത്താവ്. കർത്താവ് നിന്റെ മുടി ഇഴകൾ പോലും ഓരോന്നും കർത്താവ് ഒന്നൊഴിയാതെ എണ്ണിയിരിക്കുന്നു പറഞ്ഞ കർത്താവ്. ഞങ്ങളെ സ്വന്തം പുത്തനെ നൽകി സ്നേഹിക്കാൻ പോകുന്ന ഞങ്ങളെ പുത്തനോടൊപ്പം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി സമസ്തം നൽകുന്ന നല്ല ദൈവമേ, നിന്റെ സ്നേഹത്തിൻ്റെ കിരണങ്ങൾ അടി പിണറുകൾ കർത്താവ്, രോഗത്തിൻ്റെ സൗഖ്യത്തിൻ്റെ പിണറുകൾ കർത്താവ്. ഉച്ച മുതൽ ഉള്ളംകാലം വരെ ഓരോ ആന്തരിക അവയവങ്ങൾ, പിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ, RSS രോഗികൾ, ശ്വാസകോശ രോഗികൾ കർത്താവ്, കരൾ രോഗികൾ കർത്താവ്, തൈറോയ്ഡ് രോഗികൾ കർത്താവ്, സ്പോണ്ടിലോസിസ് രോഗികൾ, പിൻകടത്തിൽ വേദനയുള്ളവർ, അസ്ഥി രോഗികൾ, നടുവിൽ ചെരിഞ്ഞവർ കർത്താവ്, മുതുകിന് മുഴയുള്ളവർ, സർവാംഗം മുഴയുള്ളവർ കർത്താവ്, വാതരോഗികൾ. യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ രക്തം മഴ പോലെ പെയ്യട്ടെ. യേശു ക്രിസ്തു ഉന്നതമായ രക്തം മഴ പോലെ പെയ്യട്ടെ. യേശു ക്രിസ്തു ഉന്നതമായ രക്തം മഴ പോലെ പെയ്യട്ടെ. യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിലെ മാരക രോഗങ്ങൾ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ആരാധന.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തുടയില് ചിരങ്ങ് പോയി വരുന്നവരുണ്ട്, തുടയുടെ ഉള്ളിലുള്ള ലിഗമെന്റുകൾ പൊട്ടിയിട്ടുള്ളവരുണ്ട്, അതുപോലെ തന്നെ ചില പേശികള് ബേസിക് ബലം ക്ഷയിച്ചവരുണ്ട്. ഇടത് തുടയിലെ പേശിയുടെ ബലം ക്ഷയിച്ചവരെ കർത്താവ് സ്പർശിച്ച് സൗഖ്യപ്പെടുന്ന സന്ദേശമുണ്ട്. അതുപോലെ തന്നെ മുട്ടനും തുടയ്ക്കും ഇടയിലുള്ള പേശികളും ഞരമ്പുകളും കർത്താവ് അത് പ്രവർത്തിക്കാതെ മരവിച്ചിരിക്കുന്നതിന് പോലെ നടക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. അവരെല്ലാം കർത്താവ് സൗഖ്യപ്പെടുന്ന സന്ദേശമുണ്ട്. കൈയടിച്ച് കർത്താവ് അമ്മ കുഞ്ഞിൻ്റെ താടിയിൽ തൊട്ടുകൊണ്ട് ആ കുഞ്ഞിൻ്റെ താടിയുടെ വലതുവശത്ത് താടിയുടെ താഴെ ഒരു മുഴയുള്ളതുപോലെ കാണുന്നുണ്ട്. അപ്പോൾ അമ്മ കണ്ണ് നിറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിൻ്റെ കണ്ണിലേക്ക് നോക്കും. മകൻ്റെ ഊവ അമ്മ ഈശോ അപ്പ മാറ്റിത്തരുമെന്ന് പറയും. ആ കുഞ്ഞിനെ ഈശോ ഇപ്പോഴ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സദാധിപൻ പറഞ്ഞ കാര്യമാണ്. But you only say the word and I shall be healed. അതായത് നീ ഒരു വാക്ക് ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി, എൻ്റെ വീട്ടിൽ കിടക്കുന്ന ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളുമെന്ന്. യേശുവിനെ തിരിച്ചറിയുന്നവരെ ഇവിടെ നിന്ന് കർത്താവ് ഒരു വാക്ക് പറയും. നീ വീട്ടിൽ ചെല്ലുമ്പോൾ നീ എന്തിനു വേണ്ടി കർത്താവിന് അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട് ഇടത്ത് വന്ന് കണ്ണീരിട്ടോ ദൈവ പൈതലെ, നീ വീട്ടിൽ ചെല്ലുമ്പോൾ അതിൻ്റെ അടയാളം നീ കാണുമെന്നാണ് കർത്താവിൻ്റെ വചനങ്ങളിലുള്ളത്. ഒരു വാക്ക് മതി, നീ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്കത് അനുഭവിക്കാൻ കഴിയുമെന്ന് കർത്താവെ സദാധിപനെ പോലെ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, ഈ വിശ്വസിക്കുന്ന മക്കളുടെ മേൽ കർത്താവെ നിന്റെ തിരുമുറുമാറുന്ന വലതുകരം വെക്കണമേ, ആണിപ്രതാറുന്ന അത്ഭുതകരം വെക്കണമേ. എൻ്റെ കർത്താവെ ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി, ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങനെ മക്കള് വേദനപ്പെടുന്നുവോ, ആ വേദനപ്പെടുന്ന സാഹചര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ കർത്താവെ നിങ്ങൾ ഭയപ്പെടേണ്ട. കർത്താവ് നീ പറഞ്ഞില്ലേ കർത്താവെ, ഐസയ്യാ 42:3-5 നീ പറഞ്ഞില്ലേ കർത്താവെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ വരുമെന്ന് പറഞ്ഞില്ലേ കർത്താവെ. കർത്താവ് ഈ മക്കളുടെ കൂടെ കർത്താവ് അങ്ങ് പോകുന്നതിന് പകരം ഉടമ്പടിയിലൂടെ അങ്ങ് സഞ്ചാരി മാതാവായി പരിശുദ്ധ അമ്മയെ തന്നെ വിട്ടുകൊണ്ട് 10,000 സാക്ഷ്യം പറയുന്ന അനുഗ്രഹത്തിൻ്റെ ഈ വലിയ കാലഘട്ടത്തിൽ കർത്താവ് അതിൻ്റെ അവകാശികളാകാൻ ഓഹരിയാകാൻ കർത്താവ് അങ്ങനെ മക്കളെ ഇപ്പോൾ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. തീർത്ഥാടനത്തിൽ ഇരിക്കുന്നവരെയും ഓൺലൈനിൽ ഇരിക്കുന്നവരെയും അവരെന്തെല്ലാം വിഷയത്തിന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്ന കർത്താവ് അതെല്ലാം സ്പർശിക്കട്ടെ. അതിൻ്റെ ബന്ധനങ്ങൾ, അതിൻ്റെ എല്ലാവിധ തകർച്ചകൾ, അതിൻ്റെ എല്ലാവിധ തടസ്സങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് നിമിഷങ്ങളിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളെയാണ് അൾത്താരയിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ ഇല്ലായ്മകളും പരിശുദ്ധ അമ്മയുടെ കപ്പാസിറ്റിയിലും കഴിവിലും യോഗ്യതയിലും ആരാധന തിരുസന്നിധി ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നിൻ്റെ ഉടമ്പടി സങ്കടങ്ങളെ വെച്ചുകൊണ്ടിരിക്കുന്ന സമർപ്പിക്കുന്ന വലിയ സമയമാണ്. നീ ശാന്തമായി പ്രാർത്ഥിക്കുക ദൈവപൈതലേ. നിന്റെ കണ്ണീരോടെ നീ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുക ദൈവപൈതലേ. നീ സ്വരത്തി പറഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവപൈതലേ. നിന്റെ ഓരോ ആവശ്യങ്ങളും ഉടമ്പടി വിഷയങ്ങൾ നീ പറഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവപൈതലേ. നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ലെങ്കിൽ നീ സ്വന്തമായി സ്തുതിക്കുകയോ നിന്നെ സ്വന്തമായിട്ട് കരയുകയോ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ തിരുസ്ഥിതി നിന്റെ കണ്ണുനീര് വീഴട്ടെ. കർത്താവെ അങ്ങനെ മക്കളുടെ അങ്ങനെ പരിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോൾ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങനെ മക്കൾ ഇപ്പോൾ ഓൺലൈനായിട്ടും ഇപ്പോൾ ഇവിടെ തീർത്ഥാടനത്തിലും അനേകം മക്കൾ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നിടത്ത് അവർക്ക് ഇനി ഒരു അടി മുന്നോട്ട് വെക്കാൻ ഇല്ലെന്ന് ഈ ലോകത്ത് അറിയാവുന്ന അങ്ങ് മാത്രമാണ് കർത്താവെ. ഈശോ അവരുടെ പഴയകാല ജീവിതമോ എന്ത് തന്നെയായാലും അത് കാര്യമാക്കണ്ട എന്ന് നീ പറഞ്ഞു കർത്താവെ. കർത്താവ് ഐസയ്യാ 43:18 നീ പറഞ്ഞു പഴയ കാര്യങ്ങൾ നീ കാര്യമാക്കണ്ട, ഇതൊരു പുതിയ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞത് കർത്താവെ. അതുപോലെ കർത്താവെ പുതിയ കാര്യമായി ആ ജനതകളുടെ പാപങ്ങൾ, ജനതകളുടെ പഴയത്തിലുള്ള നന്ദിക്കേടുകൾ, അവരുടെ തരത്തിലുള്ള അലംഭാവങ്ങൾ ഒന്നുമേ കണക്കിലെടുക്കാതെ ഈ
കാലത്ത് കർത്താവെ എല്ലാം മായ്ച്ച് നിന്റെ വിശുദ്ധമായ രക്തത്താൽ ഞങ്ങളുടെ പാപം പോലും മായ്ച്ച് കളഞ്ഞുകൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്ത് വിശുദ്ധീകരിച്ച് സ്വന്തമാക്കി ഞങ്ങളുടെ പൊന്നുതമ്പുരാനെ നിന്റെ കൃപയാൽ അങ്ങയുടെ മക്കളുടെ കണ്ണുനീരിൻ്റെ കാരണങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവരെ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്വർഗം തുറക്കണമേ, കർത്താവേ സ്വർഗം തുറക്കണമേ. കർത്താവ് ദിവ്യകൃപാനയുടെ ശക്തി ദൈവിക കൃപയായി ഓരോ മകൻ്റെ മേലെ, ശരീരത്തിൻ്റെ മേലെ, ജീവിതത്തിൻ്റെ മേലെ, കുടുംബത്തിൻ്റെ മേലെ, ജീവിതത്തിൻ്റെ വഴികളിലെ മേലെ, തടസ്സങ്ങളുടെ മേലെല്ലാം കർത്താവ് രക്തം പടരട്ടെ. എല്ലാ മാരക തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഉടമ്പടിയിൽ വെച്ച വിഷയങ്ങളുടെ മേലെ ദൈവിക തീരുമാനം ഉണ്ടാകാൻ വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കുന്ന അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർത്തുകൊണ്ട് നമ്മുടെ ജീവിത സങ്കടങ്ങളെ സമർപ്പിക്കുന്ന ദിവ്യകാരുണ്യ ആരാധന നിമിഷങ്ങളിലേക്ക് നമുക്ക് കുറച്ചുകൂടി തീവ്രമായ ഭക്തിയോടെ ചേർന്നിരിക്കാം. കർത്താവേ, വിവാഹം ഇതുവരെ ഒത്തുവരാത്ത മക്കളുണ്ട് കർത്താവ്, ആൺമക്കളുണ്ട് ഈശോയെ, അതുപോലെ പെൺമക്കളുണ്ട് കർത്താവേ. ഈശോയെ, ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ, സാമ്പത്തികമായ കടങ്ങളെ കൊണ്ട് കർത്താവേ പല കടുംകൈ പോലും ചെയ്യേണ്ടി വരണമോ എന്ന് ചിന്തിച്ച് ഭയപ്പെടുന്ന മക്കളുടെ കർത്താവെ, എന്താണൊരു വഴിയെന്ന് ഒരു പിടിയും എത്തും പിടിയും ഇല്ലാത്തവരെ ജപ്തി നടപടിക്കാർ കർത്താവ്, അകലങ്ങളിൽ ദൂരങ്ങളിൽ കുടുംബം വിറ്റുചുട്ട് മക്കളെ ജോലിക്ക് വേണ്ടി വിട്ടവരെ, പഠിക്കാൻ വേണ്ടി വിട്ടവരെ, അവർക്ക് അവിടെ അഡ്മിഷൻ കിട്ടാതെ കർത്താവ് പുറത്തു പോലും ഇറങ്ങാൻ പറ്റാതെ അവരവിടെ ജീവിക്കുന്നുണ്ട് കർത്താവ്. ഈശോ, ഇൻ്റർവ്യൂവിന് ചെയ്യുന്ന ഓരോ ഇൻ്റർവ്യൂവും തോറ്റുപോവുകയും ചെയ്യുന്ന ഓരോ ഇൻ്റർവ്യൂ പണം നഷ്ടപ്പെടുകയും അവർക്ക് ഭക്ഷണത്തിലുള്ള പണം അങ്ങോട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ കടക്കാരെ കൊണ്ട് മാറാതെ കർത്താവ് എവിടെയെങ്കിലും പോയി ഒളിക്കാൻ വേണ്ടി തോന്നി നാണം കെട്ട് കർത്താവ്, ഈ ജീവിതത്തിൽ എന്നെപ്പോലെ നാണം കെട്ടവരാരുമില്ല, ഇതുപോലെ ഒരു അവസ്ഥ ഞാൻ വന്ന് പെട്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് കർത്താവെ കണ്ണീരോടെ അങ്ങേ അവസാനത്തെ അഭയം പോലെ അങ്ങേ അഭയം പ്രാപിക്കുന്ന മക്കളെ കർത്താവെ, ഇവിടെ തടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധന ഇവിടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷങ്ങളുടെ ശക്തിയാൽ, ഇവിടെ അമ്മയുടെ പ്രത്യക്ഷത്തിൻ്റെ ശക്തിയാൽ ഇവിടെ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധന, ആ ആരാധന പങ്കെടുത്ത മക്കൾ നടത്തിയിട്ടുള്ള ഓരോ തരത്തിലുള്ള സൽപ്രവൃത്തികൾ, വീണ്ടെടുപ്പ് പ്രവൃത്തികൾ, അതുപോലെ തന്നെ കൃപാപര പ്രവൃത്തികൾ, അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സുവിശേഷ പ്രവർത്തനങ്ങൾ, എല്ലാ പ്രവർത്തന അടിസ്ഥാനത്തിലും മാർഗ തടസ്സങ്ങൾ, തീരാ ദുരിതങ്ങൾ, ഇന്ന് വരെ ഉടമ്പടി എടുത്തിട്ടുള്ള, ഇന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ തടസ്സങ്ങളും, എല്ലാ രോഗങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, കൈകൾ കൂപ്പി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കൈകൾ കൂപ്പി കർത്താവിനെ തന്നെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നറിയാമോ? ഈ ആഴ്ചയിൽ, ഈ മാസത്തിൽ നിർണായകമായ തീയതികളുള്ളവരുണ്ടാകും. ചിലപ്പോൾ പരീക്ഷാ തീയതി ആകും, ചിലപ്പോൾ വിസ ഇൻ്റർവ്യൂ ആകാം, ചിലപ്പോൾ വസ്തു ലേലമാകാം, ചിലപ്പോൾ വീട് വാങ്ങാൻ വന്നവരെ അഡ്വാൻസ് തന്നിട്ട് പിന്നെ അവർ വിളിച്ചെടുക്കാത്തവരാകാം, അവർ തരുമോ വീടെടുക്കുമോ ഇല്ലേ എന്നറിയാൻ പറഞ്ഞാൽ വിഷമിക്കുന്നവരാകാം. ഇങ്ങനെ ഈ ഡേറ്റുകളെല്ലാം നിങ്ങൾ ഓർക്കണം. ഇപ്പം മാതാവിനെ നിങ്ങൾ സമയത്തെ ഏൽപ്പിക്കണം. ബൈബിൾ എഴുതിയിട്ടുള്ള സമയവും സമയത്തിൻ്റെ പകുതിയും കർത്താവ് അവൾക്ക് അധീനമാക്കിയിട്ടുണ്ടെന്ന്. അതുപോലെ നിൻ്റെ സമയങ്ങൾ ദൈവത്തിനെ ഏൽപ്പിക്കുക. സഭഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മുമ്പിലാണ് നീ ഈ മാധ്യസ്ഥ പ്രാർത്ഥന വെക്കണമെന്ന് ഓർക്കണം ദൈവവേദനെ. അപ്പം നിന്നെക്കുറിച്ചുള്ള ബാധ്യതകൾ ചിലപ്പോൾ ഒരു ഓപ്പറേഷൻ നിശ്ചയിച്ച് കാണും, ചിലപ്പോൾ നിനക്കാകണമെന്നില്ല, നിൻ്റെ അമ്മമാർക്കാകാം, അപ്പന്മാർക്കാകാം, ചിലപ്പോൾ രോഗികളാകാം,
അങ്ങനെ ചിലപ്പോൾ ഒരു ബയോപ്സി പറഞ്ഞു കാണും, ചിലപ്പോൾ ഒരു എക്സ്റേയോ സ്കാനിങ്ങോ പറഞ്ഞു കാണും. ആ ഡേറ്റുകൾ നീ ഓർക്കുക. ചിലപ്പോൾ ലേലത്തിൻ്റെ തുക ഓർക്കുക, ചില പരീക്ഷ ഓർക്കുക, ചിലപ്പോൾ റിസൾട്ട് വരുന്ന ദിവസമാകാം. അത് ആ ദിവസം നോക്കി പാർത്തിരിക്കണത്. ആ ദൈവം ആ സമയത്തെ ഏറ്റെടുക്കട്ടെ. ദൈവം ആ സമയത്തെയും ആ സംരംഭത്തെയും പൂർണ്ണമായി പരിശുദ്ധാത്മ നിനക്ക് വേണ്ടി നിൻ്റെ അവിടെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിൻ്റെ കണ്ണുനീരിൻ്റെ കാരണങ്ങൾ ഏറ്റെടുക്കുന്ന സമയമാണ്. കണ്ണീരുടെ പ്രാർത്ഥിക്കട്ടെ, സ്വരത്തെ പ്രാർത്ഥിക്കട്ടെ, ശക്തമായി പ്രാർത്ഥിക്കട്ടെ, ദൈവത്തിൻ്റെ കൃപ കിട്ടോളം പ്രാർത്ഥിക്കട്ടെ. കർത്താവ് ദാസൻ കർത്താവ് 143 സങ്കീർത്തനം 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, കർത്താവേ അങ്ങയുടെ ഒരു ദാസൻ അങ്ങയുടെ ഒരു യജമാനൻ്റെ കൈകളിലേക്ക് എന്നതുപോലെ, ഒരു ദാസിയെ അവരുടെ സോമനിയുടെ കൈകളിലേക്ക് എന്നതുപോലെ ദൈവമായ കർത്താവേ ഞാൻ ഇവ വെട്ടാതെ നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവേ സങ്കീർത്തനം 34:10 പറഞ്ഞിരിക്കുന്നു, നിന്നെ നോക്കുന്ന ഒരു കർത്താവ് പ്രകാശിതരാകുന്ന കർത്താവ്. ഇരുട്ടുമൂടി കിടക്കുന്ന സാമ്പത്തിക ഇരുട്ടുകൾ, രോഗത്തിൻ്റെ ഇരുട്ടുകൾ, ജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടുകൾ, ഡൈവേഴ്സുകൾ, വിവാഹമോചനങ്ങൾ, കള്ളക്കേസുകൾ, പോസ്കോ കേസുകൾ, ജയിലിൽ കിടക്കുന്നവർ, ലേലങ്ങനോട് എല്ലാ ഇരുട്ടുമാതികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇരുട്ടുകൾ മാറട്ടെ. യേശു ക്രിസ്തു നാമത്തെ ജീവിതം പ്രകാശിക്കപ്പെട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ ജീവിതം പ്രകാശിക്കട്ടെ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ, ശ്രുതികട്ടെ. സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വചനത്തിൽ നിലനിന്നുകൊണ്ട് നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിച്ച് നിത്യമഹത്വം കരയേറ്റുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ